മുഖ്യപ്രഭാഷണം നടത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളെ ആദരവോടെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. في بيوت أذن الله أن ترفع ويذكر فيها اسمه يسبح له فيها بالغدو والآصال رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم. وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين. ബഹുമാനാദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാർ, നാട്ടിലെ കാരണവന്മാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഉമ്മപങ്ങന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ നാളെ മഹാന്മാരായ അംബിയ മുർസലീങ്ങളെ കൂടെ സ്വാലിഹീങ്ങളെ കൂടെ സ്വർഗത്തിൽ ഒത്തുചേരാനുള്ളൊരു കാരണമായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് തരുമാറാകട്ടെ. ധാരാളം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അവസാനം കാമിലായ ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലി ചിരിച്ചുകൊണ്ട് മരിക്കാനും നമുക്കും നമ്മെ ഇഷ്ടപ്പെടുന്ന സർവ്വ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
യൗവനകാലത്തിൻ്റെ ഏറ്റവും ആരോഗ്യം മനുഷ്യനുള്ള സമയം. അല്ലാഹുവിൻ്റെ പൊരുത്തത്തിൽ ചെലവഴിച്ച് ആ റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടി അല്ലാഹുവിൻ്റെ റിള ലഭിക്കാൻ വേണ്ടി ജീവിതത്തെ തിട്ടപ്പെടുത്തി ആരോഗ്യകാലം ചെലവഴിക്കാൻ കഴിയുന്നവൻ പള്ളിയുമായി ബന്ധപ്പെട്ട് നന്മകളിൽ മാത്രം കൂട്ടുനിൽക്കുന്ന യൗവനം ചെലവഴിക്കാൻ ഭാഗ്യം ലഭിച്ചവൻ അർശിന്റെ തണൽ ലഭിച്ചവരുടെ കൂട്ടത്തിൽ ഒരാളാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും അല്ലാഹുവിൻ്റെ അടുക്കൽ വലിയ ഉന്നതമായ സ്ഥാനം ലഭിക്കാൻ വലിയ കാരണമാണ് ആരോഗ്യമുള്ള കാലം അല്ലാഹുവിൻ്റെ പൊരുത്തത്തിൽ ചെലവഴിക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരോഗ്യമുള്ള സമയവും വൽ ഫറാഗ് വിശ്രമ സമയങ്ങളും മനുഷ്യനെ പലപ്പോഴായി വഞ്ചിച്ചു കളയും. അതുകൊണ്ടാണ് യൗവനകാലത്തിൽ ജീവിക്കുമ്പോൾ ഭൗതികമായ മനുഷ്യൻ്റെ പളവളപ്പ് കാണുമ്പോൾ, ഭൗതികമായ മനുഷ്യൻ്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടം കാണുമ്പോൾ, പുതിയതായി കണ്ടെത്തുന്നതും പുതിയതായി അവതരിക്കപ്പെടുന്നതുമായ പല കാര്യങ്ങളും കൂടുതൽ കമ്പമുള്ളതും ഇഷ്ടമുള്ളതുമായി ജീവിതത്തിൽ ഏറ്റെടുക്കുകയും പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ആശയത്തെ, ഈ മഹത്തായ ദീനിൻ്റെ വഴികളെ ഒരു പഴഞ്ചനായി ചിത്രീകരിക്കാനും പലപ്പോഴും പലരും മുതിരാനുള്ള കാരണം അതുതന്നെയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിഅമതാനി മഖ്ബൂലും ഫീഹിമാ കസീറും മിനന്നാസ്, രണ്ട് നിഅമത്തുകൾ ലഭിച്ചവൻ അവരിൽ പലരും വഞ്ചനയിൽ പെട്ടുപോകുന്നവരാണ്. ആരുടെ വഞ്ചനയാണ്? ആ നിഅമത്ത് ലഭിച്ച് ജീവിക്കുമ്പോൾ, നിഅമത്തിൽ മുഴുകി ജീവിക്കുമ്പോൾ വേറെ പലതും ഓർമ്മയുണ്ടാവുകയില്ല. ഞാൻ പറയേണ്ടതില്ല, അസുഖങ്ങൾ ലോകത്ത് മനുഷ്യന് അള്ളാഹു കണക്കാക്കിയിട്ടുണ്ട്. ഇവിടെ എന്തായാലും പറയാം, അസുഖം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, രോഗം. ആ അസുഖത്തിൻ്റെ അല്ലെങ്കിൽ രോഗത്തിൻ്റെ പ്രയാസം അധികരിപ്പിക്കുന്നതാണ് നമ്മളെപ്പോലെ പ്രായമുള്ള, അല്ലെങ്കിൽ ഈ രോഗിയെപ്പോലെ പ്രായമുള്ള ഒരാൾ ആരോഗ്യവാനായി കാണുമ്പോൾ ഈ രോഗിയുടെ മനസ്സിൽ ഇങ്ങനെ തോന്നും, അയാൾക്ക് എന്നെക്കാൾ പ്രായം കൂടുതലാണ്, പക്ഷേ ഞാൻ ഇത്ര പെട്ടെന്ന് രോഗിയായിപ്പോയി.
എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാനുള്ള കാരണം? രോഗത്തെ അനുഭവിക്കുന്നവനാണ് രോഗത്തിൻ്റെ രുചി അറിഞ്ഞവനാണ് സുഖത്തിൻ്റെ യഥാർത്ഥ രുചി അറിഞ്ഞവൻ. പറഞ്ഞത് മനസ്സിലായോ? രോഗത്തിൻ്റെയും അസുഖത്തിൻ്റെയും രുചിയും എന്താണ്, അസുഖങ്ങൾ രോഗങ്ങൾ എന്ന് അനുഭവിച്ചവനാണ് യഥാർത്ഥത്തിൽ ശരിയായ സുഖം എന്താണ് എന്നറിയുന്നവൻ. അള്ളാഹു നമുക്കൊക്കെയും അവൻ്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു ഏറ്റിത്തരുമാറാകട്ടെ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, നമ്മുടെ ഈ സദസ്സിൽ എത്ര ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, ആർക്കും ഒരു രോഗവും ഇല്ല. അള്ളാഹു ഒരു രോഗവും തന്ന് പരീക്ഷിക്കാതിരിക്കട്ടെ. മാറാരോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടനുഭവിക്കുന്നവർ, പരിധിയില്ലാത്ത മരുന്നിന് അടിമപ്പെട്ടു പോയവർ, നമ്മൾ 3 നേരം 4 നേരം ഭക്ഷണം കഴിക്കുന്നത് പോലെ ആരോഗ്യത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി രാവിലെയും ഉച്ചക്കും രാത്രിയിലും മരുന്ന് കഴിച്ച് ആരോഗ്യത്തെ നിലനിർത്തുന്നു എന്ന് പറഞ്ഞ് ശരീരത്തെ മരുന്ന് കഴിച്ച് ഉള്ള ആരോഗ്യം കൂടി നഷ്ടപ്പെടുന്ന രൂപത്തിൽ പല മരുന്നുകളും കഴിക്കുന്ന പലരെയും നമ്മൾ കാണാറുണ്ട്. അവർക്ക് യഥാർത്ഥത്തിലുള്ള സുഖത്തിൻ്റെ, യഥാർത്ഥത്തിലുള്ള ആരോഗ്യത്തിൻ്റെ പവർ അറിയുന്നത് ആ രോഗമൊന്ന് മാറിക്കിട്ടുമ്പോഴാണ്. അതാണ് ഞാൻ പറഞ്ഞത്, രോഗത്തെയും അസുഖത്തെയും രുചിച്ചവനാണ് യഥാർത്ഥത്തിലുള്ള സുഖത്തെ അറിയുന്നവൻ. സുഖം എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവരും സുഖമുള്ള ആളുകളാണ്, ആരും ആരോഗ്യ പ്രശ്നമുള്ളവരില്ല. വല്ലാത്ത ബുദ്ധിമുട്ടുകളും മാറാത്ത രോഗങ്ങളൊന്നും പറയാൻ പറ്റുന്ന ആരുകളും നമ്മളെ സദസ്സിലില്ല എന്ന് ഞാൻ കരുതുന്നു. അല്ലാഹു ആർക്കും അത്തരം രോഗം തന്ന് പരീക്ഷിക്കാതിരിക്കട്ടെ. പക്ഷേ ആ രോഗത്തെ യഥാർത്ഥത്തിൽ രോഗം ഇല്ലാതെ നമുക്കുണ്ടാകുന്ന സുഖത്തെ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാകുന്നില്ല. ഇപ്പൊ ഇന്നലെ അല്ലെങ്കിൽ മെനഞ്ഞാന്ന് അസർബൈജാനിലുണ്ടായ അപകടം, ഫ്ലൈറ്റ് അപകടം, ഫ്ലൈറ്റിലുള്ള പകുതിയോളം ആളുകൾ മരണപ്പെട്ടു പോയി, പകുതിയോളം ആളുകൾ രക്ഷപ്പെട്ടു പോയി. യഥാർത്ഥത്തിൽ മരണത്തിനെ മുന്നിൽ കണ്ട് ആരാണ് മരിക്കുന്നത് എന്നറിയില്ല, ആർക്കാണ് ജീവിക്കാൻ കഴിയുന്നത് എന്നും അറിയില്ല. അപകടം, ഫ്ലൈറ്റ് താഴോട്ടേക്ക് താഴുന്ന സമയത്ത് അവർ അപകടത്തെ മുന്നിൽ കണ്ട് എല്ലാറ്റിനും ഒരുങ്ങി നിന്ന് മരണത്തെ സ്വീകരിക്കാൻ, അല്ലെങ്കിൽ മരണത്തെ സ്വീകരിക്കാൻ നിർബന്ധിതരായി എന്ന നിലക്ക് മരണത്തിന്റെ മുന്നിൽ കീഴ്പ്പെട്ടുകൊടുത്തു എന്തും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന നിയത്തോടുകൂടെ ആ ഫ്ലൈറ്റിൽ താഴോട്ടേക്ക് വീണ ആളുകളിൽ പകുതിയോളം ആളുകൾ മരണപ്പെട്ടു പോയി, പകുതിയോളം ആളുകൾ രക്ഷപ്പെട്ടു. അവരുടെ ആ ഒരു മനസ്സ് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അവരാ സമയത്ത് അനുഭവിച്ച അനുഭവങ്ങൾ, ആ സമയത്ത് അവർക്കുണ്ടായിരുന്ന ചിന്തകൾ, അവരുടെ മനസ്സിലേക്ക് ഓടി വന്ന പല ആലോചനകൾ നിങ്ങൾ ആലോചിച്ചു നോക്കി, എന്തൊക്കെയായിരിക്കും. ഫ്ലൈറ്റ് കയ്യിൽ നിന്ന് പിടുത്തം വിട്ടു എന്നറിഞ്ഞ പൈലറ്റിന്റെ അനൗൺസ്മെന്റ് കേൾക്കലോടുകൂടെ പിടുത്തമില്ലാതെ പറന്നുകൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത അത്രയും ആളുകളുടെ മനസ്സ് എന്തായിരിക്കും എന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ല. അവർ യഥാർത്ഥത്തിൽ മരണത്തെ ചിലപ്പോൾ ഈ സമയം തന്നെ ഉറപ്പായും മരിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നവർ ചിലപ്പോൾ രക്ഷപ്പെട്ടിട്ടുണ്ടാകാം. അവർക്ക് ചിലപ്പോൾ ഇനിയുള്ള ജീവിതത്തിന്റെ വാല്യൂവിനെ ആ സമയം രക്ഷപ്പെട്ടപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകാം. അതാണ് ഞാൻ പറഞ്ഞത്,
ലോകത്ത് സുഖങ്ങളെ അനുഭവിക്കുന്നതിന്റെ യഥാർത്ഥ സുഖത്തിന്റെ അനുഭവം ലഭിക്കുന്നവൻ അസുഖങ്ങളെയും കൂടി അനുഭവിക്കുന്നവനാണ്. ഇടക്ക് പനി, ഇടക്ക് തലവേദന, പല്ലുവേദന, അതുപോലെ തുടങ്ങിയുള്ള സാധാരണയായി മനുഷ്യനുണ്ടാകുന്ന ചെറിയ ചെറിയ വേദനകളും പ്രയാസങ്ങളും അതൊരു നിമിഷം ഇല്ലാതിരിക്കണമെങ്കിൽ എത്രയാണ് നമ്മൾ പൈസ ചെലവഴിക്കേണ്ടത്? ഒരു ദിവസം രാത്രിയിൽ കിടക്കാൻ വേണ്ടി കിടപ്പറയിൽ കിടന്ന് സന്തുഷ്ടവാനായി ഉറങ്ങാൻ വേണ്ടി സമയം ചെലവഴിക്കുമ്പോഴാണ് പല്ലിന്റെ ഭാഗത്ത് നിന്ന് ഉറക്കിൽ വേദനയായി ഉറക്കം തെളിയുന്നത്. ഇന്നലെ വരെ അല്ലെങ്കിൽ കിടക്കുന്ന സമയം വരെ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന പല്ല് നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ലേ? ഇന്ന് രാത്രിയിൽ ഞാൻ സമരം പ്രഖ്യാപിക്കുകയാണ് എന്ന് പല്ല് പറഞ്ഞിട്ടില്ല. ആ പല്ലിനെ വേദനാ സമാഹരി കൊണ്ട് താൽക്കാലികമായി പിടിച്ചു നിർത്തേണ്ട ഒരവസ്ഥയുണ്ടായി. മരുന്ന് കുടിച്ച് കിടന്നുറങ്ങി അല്പം കഴിഞ്ഞപ്പോൾ വേദനയില്ലാത്ത പല്ലിന്റെ ആ ഒരു സൗന്ദര്യവും വേദനയില്ലാത്ത പല്ലിന്റെ സുഖവും വേദനയില്ലാത്ത ജീവിതത്തിന്റെയും സുഖം അത് മാറിക്കിട്ടുമ്പോഴാണ് യഥാർത്ഥത്തിൽ അനുഭവിക്കാൻ കഴിയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, രണ്ട് നിഅമത്തുകൾ അത് മനുഷ്യനെ പലപ്പോഴായി വഞ്ചിച്ചു കളയും. ആരോഗ്യമുള്ള സമയം മനുഷ്യനെ ഹറാമുകളിലേക്ക് പലപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴുള്ള പുതിയ ജനറേഷൻ, അവർ ന്യൂ ജനറേഷൻ എന്നാണ് അവർക്ക് പേര് വെച്ചിരിക്കുന്നത്. നമ്മളെ നാട്ടിലൊന്നും ധിക്കാര ശൈലിയിലുള്ള അത്തരം ചെറുപ്പക്കാരൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ന്യൂ ജനറേഷന്റെ പ്രത്യേകത? അവർക്ക് തന്ത വൈബ് തീരെ ഇല്ലാത്തവരാണ്. നിങ്ങൾ ഈ ഭാഗത്തൊക്കെ അങ്ങനെ പറയാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോ പുതിയ വരുന്ന തലമുറയിലെ നമ്മളെ വീട്ടിലുള്ള ചെറിയ സ്കൂളിലും മദ്രസയിലൊക്കെ പഠിക്കുന്ന മക്കൾ സ്വന്തം ബാപ്പമാരെ തന്ത വൈബുകളായി മാറ്റി നിർത്തുകയാണ്. ബാപ്പാന്റെ വൈബ് അത് വേറെയാണ്. ടെക്നോളജിയും IT യുഗത്തിലൊക്കെ വളർന്നു വരുന്ന ഞങ്ങളുടെ വൈബ് വേറെയാണ് എന്ന് ചിന്തിക്കുന്ന മക്കളായി ബാപ്പനെ തന്ത വൈബാക്കി, ഉമ്മനെ തള്ള വൈബാക്കി, അവരുടെ ജീവിത ശൈലിയും സംസ്കാരവും അവരുടെ ജീവിതത്തിന്റെ സ്വഭാവ ശൈലിയൊന്നും ഞങ്ങൾക്ക് ഭൂഷണമല്ല എന്ന നിലക്ക്, ഞങ്ങൾക്ക് യോജിച്ചതല്ല എന്ന നിലക്ക് ബാപ്പാനെയും ഉമ്മാനെയും ഒക്കെ ഒരു ഭയഞ്ചനാക്കി തള്ളി നമ്മളൊരു പുതിയ തലമുറ, അവരെക്കാൾ തിരിപാടുള്ള, അവരെക്കാൾ അറിവുള്ള, അവരെക്കാൾ കൂടുതൽ കഴിവുള്ള, എന്നാൽ ഞങ്ങളെ പുതിയ ജനറേഷന്റെ ജീവിതത്തെക്കുറിച്ചൊന്നും പറഞ്ഞാൽ മനസ്സിലാകാത്തൊരു വിഭാഗമായി ഒരു വിഭാഗത്തെ നമ്മുടെ സ്വന്തം ബാപ്പമാരെ, സ്വന്തം ഉമ്മമാരെ തന്തയുടെയും തള്ളയുടെയും പേരിൽ വൈബ് ചേർത്തിട്ട് തള്ളിപ്പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തിന്റെ പേരിലാണ്? അതിനവർക്ക് കാരണം പറയാനുള്ളത്, ബാപ്പയും ഉമ്മയൊന്നും ഞങ്ങൾ പഠിച്ച സ്കൂൾ പോലെയുള്ള സ്കൂളുകളിലല്ല പഠിക്കുന്നത്, ഞങ്ങൾ പഠിച്ചതുപോലെയുള്ള കോളേജുകളിലല്ല പഠിക്കുന്നത്, ഞങ്ങൾ അനുഭവിച്ച ലോകത്തെ എല്ലാവരും അനുഭവിക്കുന്നത്, ഞങ്ങൾ അവരൊന്നും അനുഭവിക്കാത്തൊരു ലോകത്തെ അനുഭവിക്കുന്നുണ്ട്. ശരിയാ. 1500 1400 കൊല്ലം മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തുന്ന കാലം മക്കയിൽ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് പോലും സമാധാനം തരാതെ പ്രയാസപ്പെടുത്തുകയും ബുദ്ധിമുട്ടിക്കുകയും സ്വന്തം വീട് വളയുകയും ചെയ്ത് ആ വീട്ടിൽ നിന്നിറങ്ങി ഗുഹയിടങ്ങളിൽ അഭയം പ്രാപിച്ച് ആരോടും അക്രമം അയച്ചുവിടാനോ അല്ലെങ്കിൽ ഇങ്ങോട്ട് ആക്രമിക്കുന്നവനോട് പോലും
പ്രതിരോധം തീർക്കാൻ പോലും സമയം കിട്ടാത്ത, അല്ലെങ്കിൽ സമ്മതം കിട്ടാത്ത സമയം മാടപ്രാവുകളുടെയും ചിലന്തി വലകളുടെയും ഒക്കെയും സാന്നിധ്യം കൊണ്ട് ഗുഹയുടെ ഉള്ളിൽ ഒളിഞ്ഞിരുന്ന് ആ മാടപ്രാവിനെ കൊണ്ടും ചിലന്തി വലകൾ കൊണ്ടും കാവൽ നൽകപ്പെട്ടു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ആ കാലഘട്ടം മാറി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം, സയ്യിദ്നാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം കഴിഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തു. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഭരണം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിലേക്ക്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിലേക്ക് അങ്ങനെ പോയി. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരായ സ്വാലിഹീങ്ങൾ പരിശുദ്ധമായ ദീനീ ചട്ടത്തിൽ നേതൃത്വം നൽകിയിരുന്ന ഒരു കാലഘട്ടം. എല്ലാ കാലഘട്ടവും ഒരുപോലെയാണോ? ഇസ്ലാമിക അന്തരീക്ഷം മാത്രമല്ല, വെറും ഇസ്ലാമികമായ മുന്നേറ്റങ്ങളും ഇസ്ലാമികമായ വൈപുല്യവും മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞ് പിന്നെ വരുന്ന ഓരോ തലമുറയിലും തലമുറകൾ കൈമാറി കൈമാറി വരുമ്പോൾ പുതിയ പുതിയ അനുഭവങ്ങളും പുതിയ പുതിയ സന്തോഷങ്ങളും അവരും അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ പുതിയതായി അനുഭവിക്കുന്ന ലോകത്തിന്റെ മാറ്റങ്ങൾ, ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളുകയും ആ മാറ്റങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് പിടിച്ച് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ മാറ്റത്തിരുത്തലുകളില്ലാതെ ദീനീ ചിട്ടയോടുകൂടെ ജീവിച്ച് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വാഹകരായി നമ്മുടെ മുൻഗാമികൾ ജീവിച്ചു. ആ ഒരു ജീവിതം നിങ്ങളെ ഉപ്പാപ്പമാരോട് ചോദിച്ചു നോക്ക്. നമ്മൾ ഈ സദസ്സിൽ വന്ന എത്ര ഉപ്പാപ്പമാരുണ്ട്? ആ ഉപ്പാപ്പമാരോട് ചോദിച്ചു, അവരുടെ ചെറുപ്പകാലങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം പടച്ചറപ്പേ, ഇന്നത്തെ കാലത്ത് കാണുന്ന മൊബൈൽ ഫോൺ ഞങ്ങളെ കുട്ടിക്കാലത്ത് ഇല്ലാത്തതിന്റെ പേരിൽ എത്ര ദിവസം ഞങ്ങൾ കരഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ഉപ്പാപ്പനെ കാണിച്ചു തരുമോ? ഇന്ന് കാണുന്ന ഏതെങ്കിലും ഇന്റർനെറ്റ് യുഗത്തിലെ സംവിധാനങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ ഞങ്ങൾക്ക് രാത്രിയിൽ ഉറക്കം കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ബാപ്പനെ പരിചയപ്പെടുത്തി തരുമോ? ഇല്ല. അവരുടെ കാലയളവിൽ അവർ ജീവിക്കുമ്പോൾ അവർ സുന്ദരമായി ജീവിച്ചിട്ടുണ്ട്. ഫിർഔൻ എന്ന് പറയുന്ന ഭരണാധികാരി ഇവിടെ ജീവിച്ചിട്ടുണ്ട്. ആ ഫിർഔനിന്റെ കൊട്ടാരത്തിലാണ് ഫിർഔൻ ജീവിച്ചിരിക്കുന്നത്. അന്നത്തെ ഫിർഔനിന്റെ കൊട്ടാരം ചിലപ്പോൾ ഇന്നത്തെ സാധാരണക്കാരന്റെ വീടിന്റെ പ്രൗഢി പോലും ഉണ്ടാകൂലേ. പക്ഷേ അന്നത്തെ കാലത്ത് ഫിർഔൻ അവന്റെ കൊട്ടാരത്തിന്റെ പ്രൗഢിയിൽ ജീവിക്കുമ്പോ എന്തെങ്കിലും ഒരു കുറവ് അവനുള്ളതായിട്ട് അവന് ഫീൽ ചെയ്തോ? ഖാറൂൻ എന്ന് പറയുന്ന മുതലാളി ഒരു റൂം നിറയെ താക്കോല് സൂക്ഷിക്കാൻ വേണ്ടി മാത്രം, താക്കോൽ സൂക്ഷിപ്പിന് വേണ്ടി മാത്രം വലിയ താക്കോലുകൾ സൂക്ഷിക്കാൻ ഒരു റൂം വലിയതായി നിർമ്മിച്ചു വെച്ച കോടീശ്വരനായിരുന്നു ഖാറൂൻ എന്ന് പറയുന്ന മുതലാളി. ആ ഖാറൂനിനെ ജീവിക്കുന്ന കാലത്ത് എവിടെയെങ്കിലും ഖാറൂനിന് തോന്നിയോ ഞങ്ങൾ എത്ര പ്രയാസം അനുഭവിച്ചാണ് ജീവിക്കുന്നത് എന്ന് തോന്നിയോ? ഇല്ല. ഞങ്ങൾ ഈ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല ജീവിതം നയിക്കുന്നവരാണ് എന്നല്ല ഫിർഔനുൽ ലഈൻ. ആ കൊട്ടാരത്തിനെതിരെ പ്രവർത്തിക്കാൻ വരുന്ന സർവ്വ കുട്ടികളെയും കൊന്നുകളഞ്ഞിട്ടാണ്, സർവ്വ കുട്ടികളെയും ഫിർഔനിനെതിരെ ഒരാള് വരാനുണ്ട് എന്നറിഞ്ഞതിന്റെ പേരിൽ ഇനി എന്റെ നാട്ടിൽ ഒരൊറ്റ ആൺകുട്ടിക്ക് ഒരാള് ജന്മം നൽകിയാൽ ജീവിക്കാൻ നിർവാഹമില്ല, ജീവിക്കണമെങ്കിൽ ഞാനാണ് പ്രഖ്യാപിക്കേണ്ടത് എന്ന് പറഞ്ഞു. ഇനി ഇവിടെ ഏത് ആൺകുട്ടി ജീവിക്കണം ജീവിക്കണ്ട എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് എന്ന് തീരുമാനിച്ച് എന്നെ കൊല ചെയ്യാൻ മാത്രം കഴിവുള്ള ഒരാൾ വളർന്നു വരരുത് എന്ന തീരുമാനത്തോടുകൂടെ എന്റെ ഈ ആശയങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ഒരാൾ വളർന്നു വരരുതെന്ന തീരുമാനത്തിന്റെ പേരിൽ നാട്ടിൽ ജനിക്കുന്ന സർവോപരി സർവ ആൺകുട്ടികളെയും കൊന്നുകളയാൻ ഫിർഔനുൽ ലഈൻ തീരുമാനമെടുക്കുകയും അതേ നൂറുകണക്കിന് കുട്ടികളെ കൊന്നുകളയും ചെയ്യപ്പെട്ടു എന്നല്ലേ, കൊന്നുകളയും ചെയ്തു എന്നല്ലേ ചരിത്രം പറയുന്നത്.
ആ ഫിർഔൻ സ്വന്തമായി കൊട്ടാരത്തിൽ അഭിമാനത്തോടെ അവൻ ജീവിക്കുന്നതിന് തടസ്സമാകുന്ന ഒരു ആൺകുട്ടി ഉണ്ടാകരുത് എന്ന് ചിന്തിച്ചു. പക്ഷേ പടച്ച റബ്ബിന്റെ തീരുമാനത്തെ തടയാൻ ലോകത്ത് കഴിവുള്ള ഒരു ഫിർഔനില്ല, ഒരു ഫറോവയില്ല, ഒരു സിട്ടിയുമില്ല. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ലോകത്തിന്റെ മുഴുവനും അധിപനായ റബ്ബ്, ആ റബ്ബാരാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്. അവന്റെ കയ്യിലല്ലേ യഥാർത്ഥത്തിലുള്ള അധികാരമുള്ളത്, അവന്റെ കയ്യിലല്ലേ യഥാർത്ഥത്തിലുള്ള അധികാരമുള്ളത്. അല്ലാതെ ലോകത്തിന്റെ അധികാരം മോനെ നീ ചിന്തിച്ചു പോയോ? റോബോട്ടിനെ കണ്ടുപിടിക്കുന്ന ഏതെങ്കിലും മാസ്കുകളുടെ കയ്യിലാണോ? അല്ലെങ്കിൽ ലോകത്തിന്റെ ഭരണം ഏതെങ്കിലും അത്തരം റോബോട്ട് നിർമ്മാതാക്കളുടെ കയ്യിലാണോ? ലോകത്തിന്റെ ഭരണം എന്ന് പറയുന്നത് ഏതെങ്കിലും അത്തരം ശാസ്ത്രീയ പുരോഗതിയെ കണ്ടെത്തിയവരുടെ കയ്യിലാണോ? അല്ലെങ്കിൽ അത്തരം ഏതെങ്കിലും സംവിധാനങ്ങൾക്ക് സൗകര്യം കണ്ടെത്തിയവനാണോ? ഒരിക്കലുമല്ലേ അല്ല. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അവൻ ലോകത്തിന്റെ മുഴുവനും അധിപനാണ്. ആ റബ്ബിന്റെ കയ്യിലാണ് അധികാരം കേട്ടോ. അതുകൊണ്ട് ആ രാത്രിയിൽ കിടന്നുറങ്ങിയ മനുഷ്യൻ നേരം വെളുക്കുമ്പോൾ എത്ര വലിയ ശാസ്ത്രജ്ഞനാണെങ്കിലും ഞാൻ ഒരുപാട് റോബോട്ടുകൾക്ക് നിർമ്മാതാവായി, എല്ലാ റോബോട്ടുകളുടെയും സംവിധാനങ്ങളെ കണ്ടെത്തിയവനായി, ലോകത്തിന് പേര് പരിചയപ്പെടുത്താനുള്ളത് പേര് എന്റേതാണ് എന്ന് പറഞ്ഞാലും നാളെ നേരം വെളുക്കുന്ന സമയത്ത് എനിക്ക് ജീവൻ ഉണ്ടാകുമെന്ന് ഉറപ്പ് പറയാൻ ധൈര്യമുള്ള റോബോട്ട് നിർമ്മാതാക്കളില്ല. ഇപ്പൊ ചില ചെറുപ്പക്കാർക്കൊരു തോന്നലാണ്, റോബോട്ടൊക്കെ വരാൻ പോവാണ്, ഇനി എന്ത് വേളാണ് അല്ലെ, ഇനി എന്ത് ദീനാണ്, ഇനി എന്ത് മതമാണ്, ഇനി എന്തൊരാശയമാണ്. പഴഞ്ചൻ ചിന്താഗതികൾ വാങ്ങി പോവുകയല്ലേ ഇവർ. ഒരിക്കലും അല്ലേ അല്ല. ഒരു റോബോട്ടിനും മനുഷ്യനെ വെല്ലാൻ കഴിയൂല, ഒരു റോബോട്ടിനും മനുഷ്യനെ മറികടക്കാൻ കഴിയൂല. എന്തേ കാരണമെന്നറിയോ? റോബോട്ടിനെ നിർമ്മിക്കാൻ അല്ലാഹു ബുദ്ധി നൽകിയത് മനുഷ്യനാണ്. ഇന്ന് വരെ ഒരു റോബോട്ടിനെ കണ്ടെത്തിയിട്ടില്ല. ഒരു റോബോട്ടിനെ കണ്ടെത്തിയിട്ടില്ല ഇന്ന് വരെ ഒരു റോബോട്ട്. അങ്ങനെ റോബോട്ടുകൾക്ക് കൂടുതൽ പുരോഗതി ഉണ്ടാകട്ടെ എന്ന് ചിന്തിച്ചിട്ട് റോബോട്ടുകൾ മുഷാവറ ഉണ്ടാക്കിയിട്ട് തീരുമാനമെടുത്തിട്ടാണ് റോബോട്ടുകൾ വളർന്നത് എന്ന് വിചാരിക്കരുത്. മനുഷ്യന്റെ ബുദ്ധി ഉപയോഗിച്ചിട്ടല്ലാതെ, മനുഷ്യന്റെ ചിന്തകൾ ഉപയോഗിച്ചിട്ടല്ലാതെ, മനുഷ്യന്റെ ആലോചനകൾ ഉപയോഗിച്ചിട്ടല്ലാതെ ഇന്ന് വരെ ഒരു റോബോട്ട് ഇറങ്ങിയിട്ടില്ല. മൊയ്ലിയാരെ ഇന്ന് ഒരുപാട് മാറിയില്ലേ? ഇന്ന് ഒരുപാട് റോബോട്ടിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. അത് റോബോട്ടുകൾ മീറ്റിംഗ് കൂടിയിട്ടുണ്ടായതല്ല. മനുഷ്യന് അല്ലാഹു നൽകിയ ബുദ്ധിയുണ്ട്, അവൻ വികസിപ്പിച്ചെടുത്തതാണ്. ഇനി അതെന്താകുമെന്ന് പറയാൻ മനുഷ്യന് തന്നെ സാധ്യമല്ല. AI എന്ന് പറയുന്ന സംവിധാനം കണ്ടെത്തിയിട്ട് അത് കണ്ടെത്തിയ ആള് പറയുന്നത് എന്താണ്? ഇത് കണ്ടെത്തിയിട്ട് ഞാൻ വലിയ ബേജാറില്ല, ഇനി ലോകം എന്താകുമെന്നറിയില്ല. ആർക്കും ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു ലോകം അല്ലേ? AI എന്ന് പറയുമ്പോഴേക്ക് നമുക്ക് തോന്നും ഭയങ്കര പുരോഗതിയല്ലേ മനുഷ്യൻ പുരോഗമിച്ചത്. ശരിയാണ്. പിന്നെ വാട്സപ്പ് എടുത്തിട്ട് AI എന്ന് പറയുന്ന ഒരു സാധനം നിനക്ക് അതേ സംവിധാനം അതിൽ ഉപയോഗപ്പെടുത്താനുണ്ട്. അതിൽ കയറിയിട്ട് നാളെ നിനക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള സെമിനാറിന്റെ സബ്ജക്ട് അങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി. മൂപ്പര് കൃത്യമായി എഴുതി തരും. അധ്വാനിച്ച് ഇവനെ പഠിപ്പിച്ചത് എന്നറിയില്ല. അവ ഇതുവരെ വളർന്നു വരാൻ മനുഷ്യൻ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്തിരുന്നു. സ്വന്തമായി പഠിക്കണമെന്നൊരു ചിന്ത ഉണ്ടായിരുന്നു, സ്വന്തമായി നേടിയെടുക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. ഇനി അതെങ്കിലും സെമിനാർ ഉണ്ടാക്കി കൊണ്ട് തന്നാൽ, അല്ലെങ്കിൽ ആരെങ്കിലും നല്ല പാരഗ്രാഫ് എഴുതിയിട്ടത് കണ്ടാൽ, ഇപ്പൊ കാണുന്നില്ലേ ഫേസ്ബുക്കിലൊക്കെ നല്ല നല്ല കമന്റുകളാണ്. വായിക്കുമ്പോ നമുക്ക് തന്നെ തോന്നുകയാണ് ഇവൻ ഇങ്ങനെ ഇത്ര വലിയ വിദ്യാഭ്യാസം ഉള്ളവനായിട്ട് നമുക്ക് തോന്നിയിട്ടില്ലല്ലോ, ഇത്ര കഴിവുള്ളവനായിട്ട് തോന്നിയിട്ടില്ലല്ലോ. ഇവനിക്ക് എവിടെ നിന്നാണ് പുതിയ പുതിയ വിവരങ്ങൾ കിട്ടിയത്? AI എഴുതി കൊടുത്തതാ. അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഗൂഗിള് മുസ്ലിയാര് വന്നതാ.
ഇത് കണ്ടിട്ട് കഥാപ്പെട്ടു പോയ പുതിയ ജനറേഷന് തോന്നുകയാണ് ഞങ്ങൾ ഭയങ്കരന്മാരാണ്. അല്ല, ഉള്ള ഭയങ്കരം കൂടി പൊളിക്കാനാ പോകുന്നത്. ഉണ്ടായിരുന്ന സംവിധാനങ്ങളും ചിന്താഗതികളും കൂടി റോബോട്ടുകളെയും AI സംവിധാനങ്ങളെയും ഗൂഗിൾ മുസ്ലിയാരൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് സർവ്വതും നശിപ്പിക്കാനാ മനുഷ്യൻ പോകുന്നത്. വളർന്നു നദി പറഞ്ഞത് ശരിയാണ്. പക്ഷേ വളർച്ച പൂർത്തിയായി എന്ന് പറയാൻ അധികാരമില്ല. ലോകത്ത് ഇന്ന് പുരോഗമനങ്ങളുടെ വാദങ്ങൾ ഉന്നയിക്കാൻ വലിയ അധികാരം പറയുന്നൊരു രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. ചൈന ഇന്ന് ഓരോ ദിനം പ്രതി അവിടെ ഇങ്ങനെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ പുതിയ സംവിധാനങ്ങളും പുതിയ പുതിയ ലോകങ്ങളും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ചൈന. വിശ്വാസികളെ, എന്നാൽ ചൈനയിലും ഇനി മുതൽ കണ്ടൻ ഫെയർ നിർത്തിവെക്കുന്ന പരിപാടിയില്ല. ഓരോ 6 മാസവും ഫെയർ നടത്തുകയാണ് ചൈനക്കാരൻ. വലിയ കോടികൾ ചെലവഴിച്ചിട്ട് എക്സിബിഷൻ നടത്തുകയാണ്. എന്തിനാ? ഞങ്ങളാരും തികഞ്ഞു എന്ന് പറയാൻ ഒരു ചൈനക്കാരനും അധികാരമില്ല. അവർ വീണ്ടും വീണ്ടും പുതിയത് കണ്ടെത്തുമ്പോ പഴയത് ഞാൻ കണ്ടെത്തിയത് ഒന്നുമല്ലായിരുന്നു എന്ന് അവർ മനസ്സിലാക്കുകയാണ്. പഴയത് ഞാൻ കണ്ടെത്തിയത് ഒന്നുമല്ല എന്ന് മനസ്സിലാക്കുകയാണ്. നമ്മളെ ഉപ്പാപ്പമാരോട് ചോദിച്ചു നോക്ക്, നോക്കിയന്റെ ഒരു മൊബൈൽ ഉണ്ടായിരുന്നു അല്ലേ? ഇല്ലേ? നോക്കിയന്റെ ഒരു ഫോണില്ലായിരുന്നു? നിങ്ങൾ ഉപയോഗിച്ചില്ലേ? ഇല്ലേ? ഉപയോഗിച്ചില്ലേ? എന്തായിരുന്നു സാധനം അല്ലേ? 5 ദിവസമൊക്കെ ചാർജ് വെക്കായിരുന്നു അല്ലേ? 5 ദിവസമൊക്കെ മൂപ്പർക്ക് ചാർജ് ഉണ്ടാവും, ഞാൻ ചത്തൂല. ഇപ്പോഴുള്ള സാധനങ്ങളൊക്കെ പുതിയ ജൂനിയർ ബ്രോയിലർ കോയ രാവിലെ കുത്തിയ ഉച്ചയാകുമ്പോഴേക്കും എന്റെ ചാർജ് വരും. രാവിലെ കുത്തിയിട്ട് ഫുള്ള് ചാർജ് ആക്കിയിട്ട് ഇറങ്ങിയാലും ഉച്ചയാകുമ്പോഴേക്ക് സാധനം ചത്തു. കാരണം ബ്രോയിലർ കോയിന്റെ മാതിരിയാണ്. എന്നാ പഴയ നമ്മളെ നോക്കിയന്റെ സാധനം കണ്ടില്ല, ഇഞ്ചിൻ ഭയങ്കര സാധന, മൂപ്പരെ ബാറ്ററി ഒക്കെ ഭയങ്കര ഉഷാറാ. രാവിലെ ഇറങ്ങിയാൽ 5 ദിവസം മൂപ്പര് നമ്മളെ കൂടെ ഉണ്ടാവും. എവിടെങ്കിലും പോയാൽ ചാർജർ നോക്കി നടക്കണ്ട. ഇപ്പൊ അങ്ങനെയല്ല, 2-3 മണിക്കൂർ സാധനം കൈ പിടിച്ചാൽ പിന്നെ ചാർജറിന്റെ പിന്നാലെ നടക്കണം. ഇതാണ് നമ്മൾ പുതിയത് കണ്ടെത്തി എന്ന് പറയുന്നത്. ആ നോക്കിയയുടെ മൊബൈൽ ഫോണ് കണ്ടെത്തിയ കാലഘട്ടത്തില് നമ്മളെ ഉപ്പാപ്പന്മാരോട് ചോദിച്ചു എന്തായിരുന്നു അതിന്റെ അത്ഭുതം അല്ലേ? ഭയങ്കര അത്ഭുതമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ വാപ്പ വീട്ടിലേക്ക് വരാൻ വേണ്ടി 2 കിലോമീറ്റർ പരിധിയിലെത്തിയാൽ, അന്ന് നോക്കിയന്റെ ഫോണും ഇല്ല, 2 കിലോമീറ്ററിന്റെ പരിധിയിലെത്തിയാൽ വാപ്പന്റെ കയ്യിൽ ഒരു ചെറിയ കോർഡ്ലെസ് ഫോൺ പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. അത് ഓണാക്കിയിട്ട് ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്, എനിക്ക് കട്ടൻ ചായ വേണമെന്ന് പറയുന്നു. അത് 2 കിലോമീറ്റർ പരിധിയിലേ കിട്ടുള്ളൂ. ഇപ്പൊ 200 കിലോമീറ്റർ ആണോ, 2000 കിലോമീറ്റർ ആണോ, 20,000 കിലോമീറ്റർ ആണോ? അല്ല, ഇപ്പൊ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഇനി അമേരിക്കയിൽ നിന്ന് ഒരാൾക്ക് കാണണമെന്ന് കരുതിയാൽ 16 മണിക്കൂർ യാത്ര ഉണ്ട്, അല്ലെങ്കിൽ 18 മണിക്കൂർ യാത്ര ഉണ്ട്. അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ ഫ്ലൈറ്റിൽ തന്നെ ആ ദൂരമുള്ള അമേരിക്ക എന്ന് പറയുന്ന പ്രദേശത്ത് 18 മണിക്കൂർ കഴിഞ്ഞിട്ടല്ല, നമ്മളിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതേ സാധനം അവിടെ കാണുകയാണ്. അത് ഇന്നൊരു അത്ഭുതമായിട്ട് തോന്നില്ല. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇവിടുന്ന് കാണുന്ന ആളെ നമ്മള് അവിടെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതേ സമയത്ത് തന്നെ അവിടെ കാണൂല എന്നൊന്നും പറയാൻ പറ്റൂല. മനുഷ്യൻ അതുപോലെ പുരോഗമിച്ചേക്കാം, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആ പുരോഗതികളൊന്നും മനുഷ്യൻ തികഞ്ഞു എന്ന് പറയാൻ നിർവാഹമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ പൂർണ്ണമായി ഏകദേശ കാര്യങ്ങളും കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഞങ്ങളാണ് ജീവിതം പറയേണ്ടത്. പയഞ്ചന്മാരൊക്കെ മാറി തന്തകളായി മാറി നിൽക്കട്ടെ, അവരെ തന്ത വൈബുകളൊക്കെ മാറ്റി വെക്കണം എന്ന് പറയുന്ന പുതിയ ജനറേഷന്റെ സ്വഭാവത്തെ കൈയൊഴിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യൻ ഒരുപാട് കണ്ടുപിടുത്തങ്ങളെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എവിടെയോ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിരുന്നു, ഒരു ദിവസം വേല കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ എനിക്ക് പല്ലിന് ചെറിയൊരു വേദന. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ രാവിലെ കുറ്റ്യാടിയിൽ പല്ലിന്റെ ഒരു ഡോക്ടറുണ്ട്, എനിക്ക് മദ്രസയിലൊക്കെ പോകുന്ന കാലത്തെ എൻ്റെ പല്ലിന് ചികിത്സ ചെയ്ത ആളാണ്. അയാൾ ഹോസ്പിറ്റലിൽ പോയി. അയാൾ ചെന്നിട്ട് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, അപ്പുറത്തുള്ള പല്ലൊക്കെ ഞാൻ അടച്ചതാണ്, 20 കൊല്ലം മുമ്പ് അടച്ചതാ. അയാൾ പറയാണ്, ആ കൂട്ടത്തിൽ ഒന്ന് മാത്രമല്ലേ ഇളകിപ്പോയുള്ളൂ, സാരമില്ല, അത് നമുക്ക് അടച്ചു കളയാന്ന്. 20 കൊല്ലം മുമ്പ് അടച്ച പല്ല്, ആ പല്ലിന്റെ ഉള്ളിലുള്ള സാധനം പല്ലെന്തായിന്നൊന്നും എനിക്കറിയില്ല, അന്നുണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് ഓർമ്മയില്ലല്ലോ. ആ പല്ല് എന്റെ വായിൽ ഇപ്പോഴും ഉണ്ട് എന്നാണ് പറയുന്നത്. അത് വലിയ അഭിമാനത്തോടെ പറയാണ്, ഞാൻ കുട്ടിക്കാലത്ത് എനിക്ക് പല്ല് പൊഴിഞ്ഞ് പുതിയ പല്ല് വന്നിട്ട് 20 കൊല്ലമല്ല 30 കൊല്ലത്തിന്റെ വേലയായി. അതിനൊരു അത്ഭുതമില്ല. അതേസമയത്ത് ശാസ്ത്രം കണ്ടെത്തി എന്ന് പറയുന്ന
ആ അടക്കാൻ ഉപയോഗിച്ച വസ്തുവിനെ കുറിച്ച് ഞാൻ അയാളോട് പറഞ്ഞു, അൽഹംദുലില്ലാ 20 കൊല്ലം നിന്നുണ്ടല്ലോ, അതേ സാധനം തന്നെ ഉപയോഗിച്ചാലാ നല്ലത്. കാരണം ഏകദേശം ഒരു 20 കൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ ഏകദേശം ഒരു 50-60 അടുത്താവുമല്ലോ, അങ്ങനെ അങ്ങ് പൊട്ടേന്ന് പറഞ്ഞു. അതുകൊണ്ട് അത്ര നല്ല സാധനം തന്നെ ആകട്ടെ എന്ന് പറയുമ്പോ ഇയാള് പറയാണ് അതിപ്പോ മാർക്കറ്റിൽ കിട്ടാനില്ല. ഞാൻ ചോദിച്ചാ എന്തേ? അപ്പൊ അയാള് പറയാണ്, അന്നത്തെ ശാസ്ത്രം അല്ലല്ലോ ഇന്നത്തെ ശാസ്ത്രം. 20 കൊല്ലം മുമ്പ് ഇയാൾ എന്റെ വായിൽ ഈ പല്ലിന്റെ ഉള്ളിൽ കുത്തിക്കയറ്റുമ്പോ അയാള് സ്വന്തം പറയാണ്, നിങ്ങള് പേരോട് ഉസ്താദിന്റെ മോനല്ലേ, കുറച്ച് കഴിഞ്ഞിട്ട് തിരക്കൊക്കെ ആയി പോയാൽ പല്ലിന് വേദനയാകുമ്പോ ഇടങ്ങാറാകണ്ടെന്ന് വിചാരിച്ചിട്ട് മാർക്കറ്റിലുള്ള ഏറ്റവും നല്ല സാധനമാണ് ഞാൻ നിങ്ങളെ വായിൽ കയറ്റിയത്. പക്ഷേ ഇന്ന് ശാസ്ത്രം പറയുന്നത് വായിലുണ്ടായ ക്യാൻസർ വരുന്ന, അത് വായിലുണ്ടായാൽ ക്യാൻസർ വരുന്ന ശാസ്ത്രം പറയുന്നത്. അത് ഞാൻ വിശ്വസിക്കുന്നില്ല, ഈ ഡോക്ടറിനെ പറയാണ്. പക്ഷേ സാധനം കിട്ടാനില്ല, ക്യാൻസർ വരും എന്ന് പറഞ്ഞ സാധനം ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം അതിനേക്കാളും പൈസ വാങ്ങാൻ പറ്റിയ പുതിയ സാധനം കണ്ടെത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് ആ 20 കൊല്ലം മുമ്പ് ഉപയോഗിച്ച സാധനം ക്യാൻസർ ഉണ്ടാക്കുന്നതാണ് എന്ന് പറയുന്നത് ആര്? അതേ പല്ലടച്ച ഡോക്ടറാണ് പറയുന്നത്. എന്തുകൊണ്ട്? അന്നാർക്കും അതുകൊണ്ട് ക്യാൻസർ ഉണ്ടാക്കുമെന്ന് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ അയാളോട് പറഞ്ഞു, ആളുടെ വല്ലെന്തായാലും തൊടാൻ പാടില്ല. കാരണം ശാസ്ത്രം എന്ന് പറയുന്നത് നാളെ ഇത് ക്യാൻസർ ഉണ്ടാക്കുന്നതല്ല, ആരോഗ്യം ഉണ്ടാക്കുന്നതാണെന്നും ചിലപ്പോൾ നാളെ തന്നെ പറയും. ഇല്ലാന്ന് ഇപ്പൊ ആർക്കും പറയാൻ നിർവാഹമില്ലല്ലോ. ഇന്നലെ ഏറ്റവും ക്വാളിറ്റി ഉള്ളതാണ് എന്ന് പറഞ്ഞ് എന്റെ വായിന്റെ ഉള്ളിൽ കുത്തി നിറച്ച ഈ സാധനം, പല്ലിന്റെ ഉള്ളിൽ കുത്തി നിറച്ച ഈ സാധനം, അത് ചിലപ്പോ 10 കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോ പറയും പല്ലടക്കാൻ ഇത്ര നല്ല സാധനം ഇന്ന് വരെ കണ്ടെത്തിയിട്ടില്ല എന്ന്. ശാസ്ത്രത്തിന് പറയാൻ ഇപ്പൊ പ്രത്യേകിച്ച് അംഗീകാരമൊന്നും വേണ്ടല്ലോ. അതിന് പേരോടിന്റെ അങ്ങനെ വിളിച്ചിട്ട് ഒരു അംഗീകാരമൊന്നും വാങ്ങി ഒപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഒരു നാളെ മാറ്റി പറയും. ഓലിങ്ങനെ മാറ്റി പറയുന്നതിനനുസരിച്ച് എന്റെ പല്ലിങ്ങനെ മാറ്റാൻ എനിക്ക് നിർവാഹമില്ല. അതേ സ്ഥാനത്ത് ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ് ചെറുപ്പക്കാരാന്റെ വായിൽ ഒരു പല്ല് വെച്ചിട്ടുണ്ട്. ആ പല്ല് ശരിയില്ല എന്ന് പറയാൻ ഇന്ന് വരെ ഒരു ശാസ്ത്രം വന്നിട്ടില്ല. ആ പല്ല് ശരിയില്ല എന്ന് പറയാൻ ഇന്ന് വരെ ഒരാൾ വന്നിട്ടില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഡയാലിസ് മെഷീനെ കണ്ടിട്ടില്ലേ നിങ്ങൾ? 10 കൊല്ലം മുമ്പ് ഉപയോഗിച്ച ഡയാലിസ് മെഷീനാണോ ഇപ്പൊ ഉപയോഗിക്കുന്നത്? അല്ല, 10 കൊല്ലം കഴിയുമ്പോഴേക്ക് എത്രയാ മാറിപ്പോയത്. എന്നാ മനുഷ്യ, ഞാനും നീയും ചിന്തിക്കണം. ലോകം ഒരുപാട് പുരോഗമിച്ചു എന്ന് പറയുന്നു. ഒരു കൈപ്പത്തിയുടെ വലുപ്പമുള്ള നിന്റെ ശരീരത്തിന്റെ ഉള്ളിലുള്ള 2 കിഡ്നി ഇല്ലേ? അത് രണ്ടും ഇന്ന് വരെ ഒരു മാറ്റവും റബ്ബ് വരുത്തിയിട്ടില്ല. ആ കിഡ്നിയുടെ രൂപം മാറ്റേണ്ടതുണ്ട് എന്ന് റബ്ബ് തീരുമാനിച്ചിട്ടില്ല. ആ കിഡ്നി ഇനി പ്രസവിക്കാൻ പോകുന്ന കുട്ടികൾക്ക് മണ്ട കൂടുതലാണ്, അതുകൊണ്ട് കിഡ്നി മാറ്റിക്കളയാന്നുള്ളൊരു തീരുമാനം അല്ലാഹുവിൻ്റെതായിട്ടില്ല. എന്തേ കാരണമെന്നല്ലേ, ഇതവനെങ്ങനെയാണോ ഉദ്ദേശിച്ചത്, ഇനിയൊരു അപ്ഡേറ്റിന്റെ ആവശ്യമില്ലാത്ത രൂപത്തിൽ അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു പോയി. അതാണ് അല്ലാഹുവിന്റെ ഖുർആൻ എത്ര നല്ല ഭംഗിയിലാണ് മനുഷ്യനെ കുറിച്ച് പറയുമ്പോ പറഞ്ഞത്. അവൻ ഏറ്റവും നല്ല രൂപത്തിലും ഭാവത്തിലുമായി മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നു. അത് റബ്ബിന്റെ സൃഷ്ടിയാ. ഇന്ന് വരെ മനുഷ്യന്റെ തലയിൽ മുടിയുണ്ടായാൽ ക്യാൻസർ വരുമെന്ന് പറഞ്ഞിട്ടില്ല. നിന്റെ വായിലെ പല്ലിന്റെ കാരണം കൊണ്ട് ക്യാൻസർ വരുമെന്ന് പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ നിന്റെ നഖം കൊണ്ട് നിനക്ക് ക്യാൻസർ വരുമെന്ന് പറഞ്ഞിട്ടില്ല. നിന്റെ ശരീരത്തിലെ രോമം കൊണ്ട് ക്യാൻസർ വരുമെന്ന് പറഞ്ഞിട്ടില്ല. നിന്റെ തൊലിയുടെ നിറം ഇതായതുകൊണ്ട് ക്യാൻസർ വരുമെന്ന് പറഞ്ഞിട്ടില്ല. രോഗങ്ങൾ വരുമെന്ന് പറഞ്ഞിട്ടില്ല. അതേ സ്ഥാനത്ത് ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ്, ആ റബ്ബിന്റെ സൃഷ്ടിപ്പിനെ മറികടക്കാൻ കഴിയുന്നൊരു ശാസ്ത്രം ഇല്ല മോനെ. അവൻ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചവന്, അവൻ യഥാർത്ഥത്തിലുള്ള ഖാലിഖാണ്, യഥാർത്ഥത്തിലുള്ള സൃഷ്ടാവാണ്. നീ അവൻ സൃഷ്ടിച്ച പല വസ്തുക്കളെയും പലതായി ഉപയോഗപ്പെടുത്തി എന്നല്ലാതെ മനുഷ്യ, റോബോട്ടിലുള്ള പ്ലാസ്റ്റിക് നീ വെറും വായുവിൽ നിന്നുണ്ടാക്കിയതാണോ? അപ്പൊ മോനെ, വായു ആരാ ഉണ്ടാക്കിയത്? മോനെ, നീ അങ്ങനെ ഏത് വസ്തുക്കൾ എടുത്തു നോക്കിയാലും റബ്ബ് സൃഷ്ടിച്ച വസ്തുക്കളിൽ നിന്ന് പലതായി ഉപയോഗപ്പെടുത്തി എന്നല്ലാതെ നിന്റേതായിട്ട് ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചുണ്ടാക്കിയൊരു സാധനം ലോകത്ത് കാണിക്കാനില്ല. നിരീശ്വരവാദികളെ കണ്ടിട്ടില്ലേ നിങ്ങൾ? അവര് പറയുന്നത് പടച്ചവൻ ഇല്ല എന്നാണ്.
പടച്ചവൻ ഇല്ല എന്നാണ് ചില നിരീശ്വരവാദികൾ പറയുന്നത്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഞാൻ ഇങ്ങനെ ചിരിച്ചു പോയി. ചില ആളുകളെ കണ്ടില്ലേ നിങ്ങൾ, അവർ ഇസ്ലാം എന്ന് പുറത്ത് പോയി എന്നാണ് അവര് പറയുന്നത്. എന്നിട്ടും മുസ്ലിം എന്നുള്ള പേര് വിടാൻ വല്ലാത്ത മടിയാണ്. എക്സ് മുസ്ലിം എന്ന് പറയാൻ, ആ മുസ്ലിം എന്നുള്ള പേര് കൂടെ ഉണ്ടായാ ജീവിക്കാൻ അത് മതിയാകൂന്ന് വിചാരിച്ചിട്ട് മുസ്ലിമിന്റെ പേര് പറഞ്ഞിട്ട് ചോറ് പ്രതീക്ഷിക്കുന്ന ചില നിരീശ്വരവാദികളെ കണ്ടിട്ടില്ലേ? അവരെ വാദം കേട്ടോ നിങ്ങള്? ഞാനിങ്ങനെ ചിന്തിച്ചു പോയി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളെ ഈ പള്ളിയില്ലേ, ഇവിടെ പള്ളിയില്ലേ, ഇതുവരെ കണ്ടിയില്ലേ? ഇവിടെ ഒരു പള്ളിയില്ലേ? അതുണ്ട്. ആ പള്ളി എത്ര കൊല്ലം പോകും? എത്ര കൊല്ലം പോകും? എത്ര പോയാലും 100 കൊല്ലം കഴിയുമ്പോഴേക്ക് ആ പള്ളിന്റെ കൊലം മാറൂലേ? മാറും. ആ പള്ളിയിൽ എത്ര മുക്രിമാര് വന്നു പോയിണ്ടാവും, എത്ര മുക്രിച്ച വന്നിണ്ടാവും, എത്ര കാതിയാർച്ച വന്നിണ്ടാവും, എത്ര ഉസ്താദുമാര് വന്നിണ്ടാവും, എത്ര ആളുകൾ വന്നു പോയിണ്ടാവും. ഒരുപാട് ആളുകൾ വന്നു പോയില്ലേ? അല്ല മനുഷ്യ, ഇത്രയും ആളുകൾ വന്നിട്ട് പോലും ഈ പള്ളിയെ അല്ലെങ്കിൽ നിന്റെ വീടിനെ, നിന്റെ ബിസിനസിനെ, നിന്റെ ഷോപ്പിനെ ഒരു മാറ്റമില്ലാതെ നിലനിർത്താൻ എനിക്ക് പറ്റിയിട്ടില്ലേ? അല്ല മനുഷ്യ, നിനക്ക് സ്വന്തമായി ജീവിക്കാൻ, ഒരു നേരത്തെ അന്നം കിട്ടാൻ അധ്വാനിക്കാതെ ചോറ് കിട്ടൂല എന്ന് എനിക്ക് മനസ്സിലായിണ്ടോ? ഉണ്ടല്ലേ? എന്നിട്ട് നീ പറയാണ് ഈ ലോകം മുഴുക്കെ ഒരാളും ഇല്ലാതെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു നിയന്ത്രണം ഇല്ലാതെ ഉണ്ടാകുകയാണ്, ഒരാളുടെ സ്വാധീനം ഇല്ലാതെ നടക്കുകയാണ്. അങ്ങനെ ഒരു പടച്ചവനും, അങ്ങനെ ഒരു ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു പടച്ചവനും ഒരു ദൈവമൊന്നും ഇല്ല എന്ന് പറയുന്ന വിശ്വാസം, അത് ഏത് ബുദ്ധിയാ മനുഷ്യ? ഞാനിങ്ങനെ ചിന്തിച്ചു പോയി. ഇവന്റെ തലയിൽ എന്തായിരിക്കും? അവൻ തലച്ചോറും ഇല്ല എന്ന് പറയേണ്ടി വരൂലേ? തലയിൽ തലച്ചോറും ഇല്ല എന്ന് പറയേണ്ടി വരൂലേ? ചിന്തകളില്ല എന്ന് പറയേണ്ടി വരൂലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക. ലോകത്ത് ഒരു ദിവസത്തെ പണിയെടുക്കാതെ ജീവിക്കാൻ, അധ്വാനിക്കാതെ ജീവിക്കാൻ, ഒരു പണിയെടുക്കാതെ ജീവിക്കാൻ, സ്വന്തം വയറ് നിറക്കാൻ അന്നല്ലാതെ പറ്റൂല എന്ന് നീ വിശ്വസിക്കുന്നില്ലേ? എന്നിട്ട് ഒരു നേരത്തെ അന്നമില്ലാതെ, ഒരു നേരത്തെ ഭക്ഷണം ഇല്ലാതെ സ്വന്തം വയറിന്റെ പശിയടക്കാൻ കഴിയൂല എന്ന് നീ വിശ്വസിക്കുന്നുണ്ട്. ഈ ലോകം മുഴുക്കെ ഓരോ സെക്കൻഡിലും ചലിക്കുന്നതും ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതും ഒരു ശക്തിയില്ലാതെ സ്വയം എങ്ങനെ ഉണ്ടാകുകയാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ പറ്റൂന്നാ നീ പറയുന്നത്? എങ്ങനെ വിശ്വസിക്കാൻ കഴിയുമെന്നാ പറയുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമുക്ക് സ്വന്തമായി കടയില്ലേ, കടകളില്ലേ, ഷോപ്പില്ലേ? അങ്ങനെ ഷോപ്പുള്ള കുറെ ആളുകളില്ലേ? അവിടെ ഒരു ഷോപ്പ്, ഇത് ഷോപ്പല്ലേ? ഇല്ലേ? അവിടെ ഒരു ഷോപ്പില്ലേ? ഇതാ അവിടെ ഒരു ഷോപ്പ് കാണുന്നുണ്ടല്ലേ? നിങ്ങളാരും കണ്ടില്ല? അല്ല, അതാ അവിടെ ഒരു ഷോപ്പുണ്ട്, നിങ്ങളാരും കണ്ടില്ല? അവിടെ ഒരു ഷോപ്പുണ്ട്. ആ ഷോപ്പ് ഒരാൾ തുറക്കാതെ രാവിലെ സ്വയം തുറക്കുക. അമൂല്യരെ തുറക്കൂ. സംവിധാനം വന്നാ തുറക്കൂ. സംവിധാനം എന്ന് പറഞ്ഞാൽ കുട്ടി അത് ഉണ്ടാക്കി ഒരുത്തനുണ്ടാവും. അത് ഉണ്ടാക്കിയിട്ട് ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് സ്വയം ഓപ്പൺ ആകും. അതിനുള്ള സാധനങ്ങൾ സ്വന്തം എടുക്കാൻ ഒരാൾ വരണ്ടേ? തന്നെ വരും. വരാൻ ആ ഒരു മെസ്സേജ് കൊടുക്കാൻ ഒരാൾ വേണ്ടേ? വേണം. ഇത് തുറക്കാനുള്ള ടൈം സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനെന്തൊക്കെയാണോ വേണ്ട അതൊക്കെ ചെയ്തു കൊടുത്താലേ മൂപ്പര് ചെയ്യുള്ളൂ. എന്നാൽ തന്നെയും അത് ചെയ്തിട്ടുണ്ടോ എന്നൊരു മനുഷ്യൻ നോക്കണം. എന്നിട്ട് വേണമെങ്കിൽ അത് ചെയ്തിട്ട് വേണ്ട പോലെ ആയിട്ടുണ്ടോ എന്ന് ഒരാൾ ശ്രദ്ധിക്കണം. ഒരു മാനേജർ ഇല്ലാതെ അത് ഞങ്ങൾ റോബോട്ടിനെ വെച്ചോളാം. ആ റോബോട്ടിന് ഒരു ദിവസം തലവേദന ഇല്ലെങ്കിലും മൂപ്പർക്ക് വയറിന് കംപ്ലൈന്റ് ആയാലോ? ഏത് വയറ്? നമ്മളെ വയറ് പോലത്തെ വയറല്ല. മൂപ്പർക്ക് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ച വയറിന് കംപ്ലൈന്റ് ആയാൽ മൂപ്പർ അവിടെ എത്തൂല. അത് നമ്മളെ വയറല്ല, അത് വേറെ വയറുണ്ട്. ഈ വയറില്ലെങ്കിലും വേറൊരു വയറുണ്ട്. ആ പറയുന്ന സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചാലും ഒരു മനുഷ്യനെ പിന്നിൽ വേണമെന്ന് നീ പറയൂലേ? ഇല്ലാതെ അവിടെ എത്തുവോ? ഇല്ല. ഞാൻ ചോദിക്കുന്ന, നിങ്ങളെ ഈ പറയുന്ന പള്ളിയുടെ പറമ്പിലുള്ള ഒരു കല്ല് റോഡിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഏതോ ഒരാൾ എത്തിച്ചിട്ടല്ലാതെ എത്തൂല എന്ന് നിങ്ങൾ പറയൂലേ? പറയും. നമ്മളെ നാട്ടിലുണ്ടാകുന്ന ഷോപ്പുകളുടെ പിന്നിൽ ഒരു കൈയില്ലാതെ തുറക്കില്ല എന്ന് നമ്മൾ പറയും. എന്നിട്ട് ഇവൻ പറയാണ് ഞാൻ നിരീശ്വരവാദിയാണ്, ലോകം ഒറ്റക്ക് നടക്കുകയാണ്. ഇന്ന് വരെ ഒരു ദിവസം പോലും രാവിലെ സൂര്യൻ ഉദിക്കാൻ മറന്നുപോയിട്ടില്ല എന്ന് മാത്രല്ല മനുഷ്യ, ഇന്ന് വരെ ഒരു സെക്കൻഡ് തെറ്റിപ്പോയിട്ടില്ല. ഉണ്ടോ? ഇന്നത്തെ ജീവിതത്തിൽ എന്റെ സദസ്സിൽ തന്നെ 70 പ്രായമുള്ളവരുണ്ടാകാം. നിങ്ങളെ ജീവിത ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ദിവസം രാവിലെ നേരം വെളുക്കുമ്പോൾ സൂര്യൻ എത്തിയിട്ടില്ല, പഠിച്ചോനെ സൂര്യൻ വരാത്തത് കൊണ്ട് ഇന്നത്തെ സുബഹിന്റെ കാര്യം എന്താകുമെന്ന് വിചാരിച്ചിട്ട് രാവിലെ എന്തെങ്കിലും ഒരു സെക്കൻഡെങ്കിലും നിങ്ങൾ ബേജാറ് നിൽക്കേണ്ടി വന്നിട്ടുണ്ടോ? അതേ സ്ഥാനത്ത് ചോദിക്കട്ടെ, മനുഷ്യ രാവിലെ കോളേജിലേക്ക് പോകുമ്പോൾ
9:30 മണിക്ക് കോളേജിലെത്തണം. പടച്ച റബ്ബേ, പോകുന്ന സമയത്ത് ഇന്ന് ടീച്ചർ ഒരു സാധനം കൊണ്ടാ വരാൻ പറഞ്ഞത്. അത് കിട്ടണമെങ്കിൽ തലേ ദിവസം മറന്നുപോയി. രാവിലെ സാധാരണ 9 മണിക്ക് തുറക്കുന്ന ഷോപ്പുകാരൻ തുറക്കാത്തതിന്റെ പേരിൽ 5-10 മിനിറ്റ് നീ അതാ നിന്റെ വാച്ചിലേക്ക് നോക്കിയിട്ട് പടച്ച റബ്ബേ എന്തേ ഷോപ്പ് തുറക്കാത്തത് എന്ന് വിചാരിച്ചിട്ട് 10 മിനിറ്റും 15 മിനിറ്റും ഒക്കെ നീ വല്ലാതെ വരുന്നത് വരെ വേജാറ് കഴിച്ചു കൂട്ടി, മനസ്സിന് ടെൻഷൻ അടിച്ചു കൂട്ടിയിട്ട് ദിവസം കഴിച്ചു കൂട്ടിയത് നിനക്ക് പറയാനില്ലേ? അതേ സ്ഥാനത്ത് രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയം എത്തിയിട്ടോ, വൈകുന്നേരം അസ്തമിക്കുന്ന സമയമായിട്ടോ, സമയം ഒരു സെക്കൻഡ് തെറ്റിപ്പോയ ദിവസം നിനക്ക് എഴുതി വെച്ചതോ കാണിച്ചു തരാനോ ചിത്രം പിടിച്ചതോ വീഡിയോ പിടിച്ചതോ കാണിക്കാനുണ്ടോ? ഇല്ല. നിങ്ങളെ പുരുഷൻകോടി എന്ന് പറയുന്ന പ്രദേശത്ത് അല്ലെങ്കിൽ നിങ്ങളെ ഈ നാട്ടിൽ ചെറിയൊരു ഷോപ്പ് തുറക്കാൻ ഒരു ചങ്ങാതി രാവിലെ ഉറങ്ങിപ്പോയാൽ ആ ദിവസത്തെ ഷോപ്പ് തുറക്കാൻ ലേറ്റ് ആകുമെന്ന് സമ്മതിക്കുന്ന നീ, ലോകത്തെ രാവിലെയും വൈകുന്നേരവും ഇന്ന് വരെ ഒരു സെക്കൻഡ് തെറ്റിപ്പോകാതെ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്ത ആ ലോകത്തിന്റെ മുഴുവനും നിയന്ത്രണത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ്, ആ റബ്ബിനെ നിഷേധിക്കണമെങ്കിൽ നിന്റെ തലയിൽ എന്താണില്ലാതെ പോയത് എനിക്ക് പറയാൻ അറിയൂല. ഇതൊക്കെ വെറുതെ ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുകയാണെന്നാണോ നീ പറയുന്നത്? ഓട്ടോമാറ്റിക് ആയിട്ട് ചലിക്കുകയാണെന്നാണോ നീ പറയുന്നത്? അല്ല. ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്നൊരു റബ്ബുണ്ട്, തടയണമെന്ന് തീരുമാനിച്ച് തടയുന്നൊരു റബ്ബുണ്ട്. അതുകൊണ്ടാ മോനെ, ഒരേ ബാപ്പന്റെ മക്കളാ. മൂത്ത മകൻ വലിയ കോടീശ്വരനാ, രണ്ടാമത്തെ മകൻ കടമാക്കുന്നവനാ, മൂന്നാമത്തെ മകൻ രണ്ടാമത്തവനെ കണ്ടിട്ട് പേടിച്ച് ജീവിക്കുന്നവനാ, ഒന്നാമത്തവനോ കോടീശ്വരനാ. ഒരേ ബാപ്പക്ക് ഉമ്മക്ക് ജനിച്ച മോനാണ്. ഒന്നാമത്തെ മകൻ ഭയങ്കര കോടീശ്വരനാണ്. പക്ഷേ അവനെ നോക്കുമ്പോ കോടീശ്വരനാണ് എന്ന് നമ്മൾ പറയും. പക്ഷെ അവന്റെ കയ്യിൽ അങ്ങനെ ഒരു കോടീശ്വരനാകാൻ മാത്രം തലയിൽ എന്തോ ഉണ്ട് എന്ന് നമുക്ക് സമ്മതിക്കാൻ ഓർക്കുന്നില്ല. കാരണം പലപ്പോഴും സംസാരിക്കുന്ന സംസാരത്തിന് ലെവലില്ല, പ്രവൃത്തിയിൽ ലെവലില്ല, ജീവിത ശൈലിയിൽ ശരിയില്ല. രണ്ടാമത്തവനോ കയ്യിൽ പണമില്ല, പക്ഷേ തലച്ചോറ് ധാരാളമാ, ഭയങ്കര തിരിപാടാണ്, ഭയങ്കര ബുദ്ധിയാണ്, ഭയങ്കര തിരിപാടാണ്, ഭയങ്കര മറുപടികളാണ്. പക്ഷെ പൈസ കയ്യിലില്ല. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലേ മുസ്ലിയാരെ? അല്ല, ഒന്നാമത്തേക്കാൾ ആഗ്രഹമുള്ളത് ഇവനിക്കാണ്, പക്ഷെ കിട്ടിയിട്ടില്ല. കോടാനുകോടി ചെലവഴിച്ചിട്ട് ഷോപ്പ് തുറന്ന മുതലാളിയെ കണ്ടില്ലേ? അയാൾക്ക് കിട്ടിയിട്ട് മതിയായിട്ടില്ല. അതേ സ്ഥാനത്ത് റോഡ് സൈഡിൽ വെച്ച് വിൽക്കുന്ന ചെറിയ കച്ചവടക്കാരനെയും കണ്ടിട്ടില്ല. തട്ടുകട നടത്തിയവനോ കിട്ടിയതിൽ മനസ്സംതൃപ്തിയാ. തടയാൻ കഴിയുന്നവനെവിടെ? ഇതെന്ത് പടച്ചവനാന്ന് ചോദിക്കാനല്ലാതെ, അല്ലെങ്കിൽ ഇതെന്ത് പടച്ചവനാണ് എന്ന് പറയാനല്ലാതെ ഈ നിരീശ്വരവാദിക്ക് അങ്ങനെ ഇല്ലാന്ന് തട്ടിപ്പറയാൻ ബുദ്ധിയുണ്ടെങ്കിൽ സാധിക്കുമോ? ഇല്ല. അതേ, ഒരേ ഉമ്മാക്ക് ജനിച്ചവൻ, ഒരേ ബാപ്പക്ക് ജനിച്ചവൻ, മൂത്തവൻ വെളുത്തവനാണ്, രണ്ടാമത്തവൻ കറുത്തവനാണ്, മൂന്നാമത്തവൻ വേറെ തന്നെ ഒരു നിറത്തിലാണ്. അപ്പൊ ഇയാൾക്ക് തോന്നാണ് രണ്ടാളും ബാപ്പ ഒന്നാണ് ഉമ്മ ഒന്നാണ്. എന്തേ ഇവന്റെ കളറിങ്ങനെ? മോനെ, നിന്റെ അധികാരത്തിലല്ല, ബാപ്പന്റെ അധികാരത്തിലല്ല. എന്തേ ബാപ്പ എന്നെ കറുത്തവനായിട്ട് പ്രസവിച്ചത്? എന്തേ ബാപ്പ എനിക്കിങ്ങനെ വെളുപ്പ് കൂടി പോയത്? ചോദിക്കാൻ കഴിയുന്ന മക്കളുണ്ടോ? ഇല്ല. ബാപ്പ ഖാലിഖല്ല, ഉമ്മ ഖാലിഖല്ല. ഉമ്മ സിട്ടാവല്ല, ബാപ്പ സിട്ടാവല്ല. കയ്യും കാലും ഇല്ലാത്ത ബാപ്പക്കും ഉമ്മക്കും ജനിച്ച കുട്ടിയാണ്. കൈകാലുകൾക്ക് തകരാറ് കാണാനില്ല. അതേ സ്ഥാനത്ത് കയ്യും കാലൊക്കെ ഉള്ള ബാപ്പാക്ക് ജനിച്ച മോനോ കാലില്ലാതെയാ ജനിച്ചത്, കൈയില്ലാതെയാ ജനിച്ചത്, കണ്ണില്ലാതെയാ ജനിച്ചത്, കാതില്ലാതെയാ ജനിച്ചത്, പല അവയവങ്ങളില്ലാതെയാ ജനിച്ചത്. എവിടെ എന്റെ മോന്റെ കൈ? എനിക്ക് കൈയുണ്ടല്ലോ എന്ന് ചോദിക്കാൻ അധികാരമുള്ള നിരീശ്വരവാദി എവിടെ? നിർമ്മലവാദികൾ എവിടെ? എത്തിസ്റ്റുകൾ എവിടെ? അങ്ങനെയാണെങ്കിൽ നീ ചോദിക്കടോ, സ്വന്തം ബാപ്പാനോടൊന്ന് പോയിട്ട് ചോദിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും പഠിച്ചോനില്ല എന്ന് പറയുന്ന ഒരു മോനായിട്ട് എന്തേ ഞാൻ മാറിപ്പോയത് ഇത് ചോദിക്കടോ പോയിട്ട്.
അതെ സ്വന്തം ബാപ്പാനോട് തന്നെ ചോദിക്കൂ, അല്ലെങ്കിൽ സ്വന്തം അച്ഛനോട് തന്നെ ചോദിക്കൂ. ഞാൻ എക്സ് മുസ്ലിമാന്ന് അഭിമാനം പറയുന്ന ചില മുസ്ലിം നാമധാരികളെ കണ്ടിട്ടില്ലേ നിങ്ങൾ? എന്തുകൊണ്ടാ അവർക്കത് വിടാൻ കഴിയാത്തത് എന്നറിയോ? ഇസ്ലാമിൽ നിന്ന് വിട്ടുപോയിട്ട് ഞാൻ എക്സ് മുസ്ലിം എന്ന് പറയുന്നത് എന്തിനാണ്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ സത്യമുണ്ടെന്നറിയാം. പിന്നെന്തിനാ മുസ്ലിയാരെ അവൻ മുസ്ലിം അല്ല എന്ന് പറയുന്നത്? ജീവിക്കാനുള്ള വകുപ്പിനാണ്. ജനങ്ങളെ മുന്നിൽ ഈ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ശത്രുക്കളെ കയ്യടി കിട്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഫോളോവേഴ്സിനെ കിട്ടിയാൽ, സബ്സ്ക്രൈബ്സിനെ കിട്ടിയാൽ, കുറച്ച് ആളുകളെ ലൈക്ക് അടിക്കാൻ കിട്ടിയാൽ ജീവിതത്തിനത് മതിയാകൂന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ വിളമ്പാനിരിക്കുന്ന ഇത്തരം എക്സ് മുസ്ലിങ്ങളെ വാക്ക് കേട്ടിട്ട് ഓ ചെറുപ്പക്കാരാ, ഈ ലോകം സ്വന്തം ഉണ്ടായതാണ് എന്ന് പറയേണ്ട ഒരു ഗതികേട്. ഈ ലോകം അതെ ഒരാളെ നിയന്ത്രിക്കാനില്ലാതെ നിറക്കുന്ന ലോകാണ് എന്ന് പറയേണ്ട ഒരു ഗതികേട് നിനക്ക് വന്നു പോയാൽ നിന്നെ പോലെ പിന്നെ ഗതികെട്ടവൻ ഇസ്ലാമിന്റെ ഭാഷയിലില്ല. ബുദ്ധിയുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ അവർക്ക് പറയാൻ സാധിക്കുന്ന വാക്കല്ല അങ്ങനെ പടച്ചവൻ എന്ന് പറയുന്ന ഒരാളില്ല എന്ന് പറയുന്നത്. അത് തിരിയും എപ്പോന്നറിയോ? നല്ല തലവേദന വന്നാ മനസ്സിലാവും പഠിച്ചോനുണ്ട്. ചിലപ്പോ ചില ആള് ഇപ്പോ പുതിയ ജനറേഷനിലെ ചില കുട്ടികൾ, നമ്മളെ ഈ മഞ്ചേശ്വരം ഭാഗത്തു നിന്നുള്ള കുട്ടികളില്ലാന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ പുതിയ ജനറേഷനിലെ ചില കുട്ടികൾക്ക് ചില പ്രയോഗങ്ങളാണ്. മൈ ബോഡി മൈ ചോയ്സ്. ഇംഗ്ലീഷ് പറഞ്ഞാൽ എല്ലാം ജായിസ് ആവുമെന്ന് വിചാരിക്കുന്ന ചില കൂട്ടരുണ്ട്. ഇപ്പോ ഇംഗ്ലീഷ് പറഞ്ഞാൽ ഒക്കെ ജായിസ് ആകുമെന്ന് വിചാരിക്കുന്ന പുതിയ തലമുറ. മോനെ മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറയാനേ പറ്റൂ. ഞാൻ ചോദിക്കട്ടെ, മൈ ബോഡി മൈ ചോയ്സ് ആണെങ്കിൽ നിന്റെ കൈ അവിടെ നനക്കണമെന്ന് നീ തീരുമാനിച്ചിട്ട് അനക്കാൻ പറ്റാത്ത രംഗുണ്ടാകലില്ലേ? നിനക്ക് ചോയ്സ് ഇല്ലാഞ്ഞിട്ടാ അല്ലേ? പള്ളിയിൽ ഇങ്ങനെ അല്ലെങ്കിൽ വീട്ടിലിങ്ങനെ കാലും മടക്കി ഇങ്ങനെ ഇരുന്നതാ, 10 മിനിറ്റ് കഴിഞ്ഞപ്പോ കാലനക്കാൻ പറ്റുന്നില്ല, തെരുത്തിട്ട് കാലനക്കാൻ പറ്റുന്നില്ല. ആരോട് ചോദിച്ചിട്ട് ആ തെരുപ്പ് വന്നത്? വരുമ്പോ മൂപ്പര് വന്നിട്ട് 10 മിനിറ്റായി, ഞാനും നിന്റെ ശരീരത്തിൽ കയറിക്കോട്ടെ ഇങ്ങനെ ചോദിച്ചു കയറിയതാ. മൂപ്പര് കാലനക്കിയപ്പോഴാ മനസ്സിലായത് മൂപ്പരെ കാല് തെരുത്തിട്ട് കാലനക്കാൻ പറ്റുന്നില്ല. എഴുന്നേറ്റ് നിന്നാ താഴെ വീഴൂന്നാ പറയുന്നത്. രണ്ടാള് പിടിച്ചിട്ടാണ് പിന്നെ മൂപ്പരെ നിർത്തിയത്. ഇതൊക്കെ എന്തിനാ പഠിച്ചം വെച്ചതെന്നറിയോ? ആരോഗ്യം ഉണ്ടാകുമ്പോ ചിലപ്പോ അങ്ങ് തോന്നിപ്പോകും ഞാൻ ഭയങ്കരനാണ്. ഓ മോനെ, നീ ഒരു ഭയങ്കരനും അല്ല. മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറയാനേ പറ്റൂ. അത് എന്റെ ഫ്ലൈറ്റ് ആണ് എന്ന് പറയുന്നത് പോലെ പറയാം അല്ലേ? എന്റെ ഫ്ലൈറ്റ്, എന്റെ ട്രെയിൻ എന്നൊക്കെ പറയില്ലേ? എനിക്ക് 11:30 മണിക്ക് എന്റെ ട്രെയിനാണ് എന്ന് ഞാൻ ഇപ്പൊ പറയുള്ളൂ. അപ്പൊ എന്റെ ട്രെയിൻ എന്ന് പറയുമ്പോൾ സാഹസില്ല ചങ്ങായി ചോദിക്കുക, അല്ല മൂല്യ നിങ്ങൾക്ക് ട്രെയിനൊക്കെ ഉണ്ടോ? ബാഗ് പറഞ്ഞിട്ട് നിങ്ങൾ ട്രെയിനും പറയാം. ഭയങ്കരനാണല്ലോ നിങ്ങള് എന്നാരും പറയോ? ഇല്ല. എന്തുകൊണ്ട് പറയൂല? അത് ട്രെയിൻ ഒരാൾ വാങ്ങിയതല്ല എന്ന് ഉറപ്പാണ്. എന്റെ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ യാത്ര ചെയ്യുന്ന ട്രെയിൻ അതിനർത്ഥമുള്ളൂ. ഇതുപോലെ മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നിനക്ക് അധികാരമുള്ള കൈയാണെങ്കിൽ മോനെ, നിന്റെ കൈ അതാ ഓപ്പറേഷൻ ചെയ്ത് മുറിച്ചുകൾ എന്ന് ഡോക്ടർ വിധി ചെയ്തും എന്തേ നിനക്ക് തടയാൻ കഴിയാതെ പോയത് റബ്ബ് കാത്തിരക്ഷിക്കട്ടെ. തൃശ്ശൂർ ജില്ലയിൽ ഈ പാവപ്പെട്ട മുത്തഅല്ലിം ഈജിപ്തിൽ പഠിക്കുന്ന സമയത്ത് തൃശ്ശൂർ ജില്ലയിൽ ഒരു ഉപ്പ എന്നെ ഫോണിൽ മെസ്സേജ് അയച്ചു വയലിന് ക്ഷണിച്ചു. ഞാൻ അയാൾക്ക് വയലിന് ഡേറ്റ് കൊടുത്തു. നാട്ടിൽ വന്നു. വയലിന്റെ ഡേറ്റ് ആയിട്ട് അയാൾ നാട്ടിൽ പോയി വയൽ പറയുന്നത് വരെ ആവശ്യമുള്ളതൊക്കെ അയാൾ ഫോണിൽ സംവിധാനിച്ചു. നാട്ടിലെത്തിയിട്ട് വയലിന് പോയിട്ട് അവിടെ എത്തിയിട്ട് നോക്കുമ്പോ ക്ഷണിച്ച ആളെ കാണുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെയുള്ള സംഘാടകരോട് ചോദിച്ചു, എന്നെ വല്ലാതെ ഫോളോ ചെയ്തൊരു ഉണ്ടായിരുന്നല്ലോ, ഇവിടെ ആരാണ്? അപ്പൊ അവര് പറയാണ്, അയാളെ വീട്ടിൽ എന്തായാലും വേല കഴിഞ്ഞിട്ട് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്, പോകണം. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീൽ ചെയറിലാ. പിന്നീട് അദ്ദേഹം മരിച്ചുപോയി. അല്ലാഹു ഖബറിനും സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. എന്റെ വീൽ ചെയറിലായി പോയത് സ്വന്തം കാല് മുറിക്കണമെന്ന് ഡോക്ടർമാര് വിധി എഴുതിയപ്പോ മൈ ബോഡി മൈ ചോയ്സ് ആണ് എന്ന് പറയാൻ പറ്റിയില്ല. മോനെ, നീ ഐസിയിൽ കിടക്കുമ്പോ മൈ ബോഡി മൈ ചോയ്സ് എന്ന് പുറത്തിൽ നിങ്ങനെ ഐസു എന്ന് പറയും. അതിങ്ങനെ മൈ ബോഡി മൈ ചോയ്സ്, മൈ ബോഡി മൈ ചോയ്സ് ഇങ്ങനെ ദിക്റിയല്ലാനേ പറ്റൂ. സ്വന്തം മക്കളാണ് പിന്നെ പുറത്തു വെച്ച് തീരുമാനം എടുക്കുന്നത്. പാപ്പാന്റെ കാല് മുറിച്ചോ, ഞങ്ങൾ സമ്മതപത്രത്തിൽ ഒപ്പിട്ട് തരാ. മക്കളാണ് ഒപ്പിട്ട് കൊടുക്കുന്നത്. മക്കളാണ് ഒപ്പിട്ട് കൊടുക്കുന്നത്. പാപ്പമാരാണ് ഒപ്പിട്ട് കൊടുക്കുന്നത്. ഉമ്മമാരാണ് ഒപ്പിട്ട് കൊടുക്കുന്നത്. ജ്യേഷ്ഠന്മാരാണ് ഒപ്പിട്ട് കൊടുക്കുന്നത്. അനുജന്മാരാണ് ഒപ്പിട്ട് കൊടുക്കുന്നത്. നീ ഐസുവില കാല് മുറിച്ച വിവരം തന്നെ നീ അറിയില്ല. റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.
റബ്ബേ ഞങ്ങളെ തിരിച്ചു വിളിക്കുന്നതിന്റെ മുമ്പ് ഞങ്ങളെ ഒരു ശരീരവും നീ ഞങ്ങളോട് തിരിച്ചു ചോദിക്കരുതേ അല്ലാ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തിലും ആഫിയത്തിലും തഖ്വയിലും ഇഖ്ലാസിലും ജീവിപ്പിക്കണേ അല്ലാ. വാദ് കേൾക്കുന്ന മുസ്ലിമേ, മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറഞ്ഞിട്ട് ഐസിയിൽ ഇരിക്കാനല്ലാതെ കാല് മുറിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരുന്ന ഈ കുടുംബങ്ങളെ കണ്ടിട്ട് കാല് മുറിച്ച വിവരം അറിഞ്ഞിട്ടില്ല. എന്റെ ഉമ്മയുടെ മാതാവ് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഷുഗറിന്റെ രോഗം വന്നതിന്റെ കാരണത്താൽ അതേ മുട്ടിന്റെ താഴെ വെച്ച് കാല് മുറിക്കണമെന്ന് പറഞ്ഞപ്പോൾ അല്ലാ ഉമ്മാമയുടെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. വയത് കേൾക്കുന്ന മുസ്ലിമേ, കാല് മുറിക്കപ്പെട്ടു പോയിട്ടും പലപ്പോഴും ഉമ്മാമന്റെ അടുക്ക ചെല്ലുമ്പോ എന്റെ കാല് മുറിച്ചത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ലല്ലോ മോനെ, എവിടെ വെച്ചാണെന്ന് അറിയില്ലല്ലോ മോനെ, എപ്പോഴാ എന്റെ കാല് പോയത് എന്ന് ഞാൻ അറിയില്ലല്ലോ മോനെ. നിങ്ങളെ കാല് മുറിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ചില സമയം ഉപ്പാമാമ പറയും എന്റെ കാല് അതിനെവിടെയാ പോയത്, എന്റെ കാല് അവിടെ ഉണ്ടല്ലോ. ഉമ്മാമയുടെ കാല് മുറിക്കപ്പെട്ടു പോയി. വയത് കേൾക്കുന്ന മുസ്ലിമേ, അധികാരമില്ല, അധികാരം പറയാനില്ല. എന്റെ ട്രെയിനിൽ നിന്നാ ഞാൻ പ്രയോഗിച്ചത്. ആ ട്രെയിനിന് ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ അവിടെ എത്തുന്നതിന്റെ മുമ്പ്, സമയമാകുന്നതിന്റെ മുമ്പ് എന്റെ ട്രെയിന് പോയാൽ എനിക്ക് ചിലപ്പോൾ റെയിൽവേ ഡിപ്പാർട്ട്മെന്റിനെ ബന്ധപ്പെട്ടിട്ട് സമയത്തിന്റെ മുന്നേ ട്രെയിന് പോയതുകൊണ്ടാണ് എനിക്ക് ട്രെയിന് കിട്ടാതെ പോയത് എന്ന് തെളിയിച്ച് കാണിച്ചു കൊടുത്തിട്ട് എന്റെ ടിക്കറ്റിന്റെ പൈസ തരണമെന്ന് പറഞ്ഞാൽ റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് ചിലപ്പോ ആ പണം എനിക്ക് തിരിച്ചു തന്നേക്കും. പക്ഷേ എന്റെ ബോഡി എന്ന് പറയുന്ന, എന്റെ കാല് എന്ന് പറയുന്ന, എന്റെ കൈ എന്ന് പറയുന്ന അവയവങ്ങളൊക്കെയും എന്റെ റബ്ബെങ്ങാനും തിരിച്ചു ചോദിച്ചാൽ മരിക്കുന്നതിന്റെ മുമ്പ് കൊണ്ടുപോയതിന്റെ പേരിൽ എനിക്ക് ഇങ്ങോട്ട് പണം തരണമെന്ന് പറയാൻ കഴിയുന്നവനാരാ? അല്ല അല്ല, എന്റെ ബോഡിയാണ് എന്ന് പറഞ്ഞിട്ട് എന്റെ കാല് ഞാൻ നീട്ടിവെച്ച് കൊടുക്കേണ്ടി വന്നാൽ റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. ചികിത്സിച്ച ഡോക്ടർക്ക് പണം കൊടുത്തിട്ടില്ലെങ്കിൽ, അതിനാവശ്യമായ പേപ്പറുകൾ ഒപ്പിട്ട് കൊടുത്തില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് അവരെന്നെ വെറുതെ വിടാനില്ല. ഇതാണോ നിന്റെ മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറയുന്നത്? എന്റെ ബോഡി എന്റെ ഇഷ്ടാണ്. ഞാൻ ആണിന്റെ കൂടെ പോകും, പെണ്ണിന്റെ കൂടെ പോകും, അവന്റെ കൂടെ പോകും, ഇവളെ കൂടെ പോകും. മോനെ, തൽക്കാലം പോകാൻ നിനക്ക് കഴിയും. പക്ഷേ റബ്ബ് തീരുമാനിച്ച സമയം എത്തിക്കഴിഞ്ഞാൽ ഞാനില്ല എന്ന് പറയാൻ അധികാരമുള്ള ബോഡി എവിടെ? സ്വന്തം ചോയ്സുകൾ എവിടെ? ബോംബെ ഹോസ്പിറ്റലിൽ അത് ഈ പാവപ്പെട്ട മുത്തല്ലിമ് വലിയൊരു മുതലാളി സുഖമില്ലാതെ ഹോസ്പിറ്റലിലായപ്പോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിർബന്ധമായി ബോംബെയിൽ വരണം, എനിക്ക് നിങ്ങളെ കാണാതെ നിർവാഹമില്ല. ഞാൻ അയാളെ കാണാൻ വേണ്ടി ബോംബെയിലേക്ക് പോയി. അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഐസിയിലേക്ക് ചെന്നപ്പോ പറഞ്ഞത് എന്താണ് മോനെ, എനിക്ക് ഇത്ര ലക്ഷം ഉറുപ്പിക വരുമാനമുണ്ട്, ശരിയാണ്. അതേ മാസത്തിൽ ഇത്ര ലക്ഷങ്ങൾ വരുമാനമുണ്ട്, ശരിയാണ്. പക്ഷേ എന്റെ സ്വന്തം മക്കളോടൊരു കോപ്പ വെള്ളം ചോദിച്ചിട്ട് തരുന്നില്ല. ഇവിടെയുള്ള ഡോക്ടർമാർ അനുവദിക്കുന്നില്ല, ഇവിടെയുള്ള നേഴ്സുമാർ അനുവദിക്കുന്നില്ല. നിങ്ങളെ കൈകൊണ്ട് എനിക്കൊരു കോപ്പ വെള്ളം തരുമോ? കേൾക്കുന്ന ചെറുപ്പക്കാരാ, വെള്ളത്തിന്റെ ഫാക്ടറി നടത്തുന്ന മുതലാളിയാണ് ഞാൻ എന്ന് പറഞ്ഞതുകൊണ്ട് വെള്ളം കുടിക്കണ്ടാന്ന് റബ്ബങ്ങ് തീരുമാനിച്ചാൽ കുടിക്കാൻ അധികാരമുള്ളവനെ വെടി മൈ ബോഡി മൈ ചോയ്സ് ആണ് എന്ന് പ്രസംഗിക്കുന്ന മനുഷ്യ, അല്ലെങ്കിൽ വീമ്പളക്കുന്ന മനുഷ്യ, മൈ ബോഡി മൈ ചോയ്സ് സിന്ദാബാദ് വിളിക്കുന്ന മനുഷ്യ, നിന്റെ ശരീരത്തിലുള്ള വെള്ളങ്ങൾ ശുദ്ധീകരിക്കാനുള്ള കിഡ്നിയില്ലേ ഇന്ന് മുതൽ സമരമാണെന്ന് പ്രഖ്യാപിച്ചാൽ എന്റെ കിഡ്നി എന്നോട് ചോദിക്കാതെ ഓഫാക്കാൻ ആരാണോ നീ? ആരാണോ എന്റെ കിഡ്നി പ്രവർത്തനം വേണ്ടാന്ന് തീരുമാനിക്കാൽ? എന്റെ കിഡ്നിയുടെ കാര്യം മൈ ബോഡി മൈ ചോയ്സ് ആണ്, ഞാനല്ലേ തീരുമാനം പറയേണ്ടത് എന്ന് പറയാൻ അധികാരമുള്ള മൈ ബോഡിക്കാരൻ എവിടെ? പടച്ചവന്റെ നിഷേധികൾ എവിടെ?
ചെറുപ്പക്കാരാ, ചിലപ്പോ നിനക്ക് പറയാൻ കഴിയും മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറയാൻ കഴിയും. ഒരു രാത്രിയിൽ റബ്ബങ്ങ് പറയണ്ടാന്ന് തീരുമാനിച്ചാൽ നേരം വെളുക്കുമ്പോഴേക്ക് സംസാരിക്കാൻ വകുപ്പില്ലാത്തവനായി നീ മാറിപ്പോയാൽ തടയാൻ കഴിയുന്ന പണം എവിടെ നിന്റെ കയ്യിൽ? ഞാൻ ഈ പാവപ്പെട്ട മുത്തല്ലിമുരി കാണാൻ വേണ്ടി ചെന്നപ്പോ ആ വീട്ടിലതാ ചെറിയ ബുദ്ധിക്ക് തകരാറുണ്ട് എന്ന് കണ്ടാ തോന്നുന്ന ഒരാളെ കണ്ടു. അപ്പൊ ഞാൻ ഇങ്ങനെ അയാളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബാപ്പന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയാണ്, എന്റെ മകൻ ഒരു തകരാറില്ലാത്ത മോനായിരുന്നു, ജന്മനാൽ ഇങ്ങനൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു. ഒരു പനി വന്നതാണ്, പനി അങ്ങ് കടുപ്പം കൂടി പോയി. എപ്പോഴാണെന്നറിയോ? ഞങ്ങളൊക്കെ രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്താണ്. പനിച്ചയാൾ അറിഞ്ഞില്ല, പനി അനുഭവിച്ചവൻ അറിഞ്ഞില്ല. വീട്ടിൽ സ്വന്തം വീട്ടിൽ അപ്പുറത്തെ റൂമിൽ കിടന്ന ഉമ്മ അറിഞ്ഞില്ല, അപ്പുറത്തെ റൂമിൽ കിടന്ന ബാപ്പ അറിഞ്ഞില്ല, കൂടെ കളിക്കാനുണ്ടായിരുന്ന കൂട്ടുകാരറിഞ്ഞില്ല. പനിയുടെ കടുപ്പമങ്ങ് കൂടിപ്പോയപ്പോൾ ബുദ്ധിക്ക് തകരാറ് വന്നുപോയി, മന്ദബുദ്ധി പോലെ ആയിപ്പോയി. റബ്ബേ നീ സലാമത്ത് നൽകണേ അല്ലാ. ചെറുപ്പക്കാരാ, ഇതൊക്കെ വെറും ഡയലോഗാണ്. മൈ ബോഡി മൈ ചോയ്സ്, ഇതൊക്കെ വെറും ഡയലോഗാണ്. സ്വന്തമായി ചോയ്സ് ചെയ്യാൻ നിന്റെ ശരീരത്തിൽ നിനക്ക് അധികാരമില്ല. മൈ ബോഡി മൈ ചോയ്സ് ഇത് വീമ്പിളക്കുന്ന ഇവൻ കണ്ണട വെച്ചിട്ടാ വീമ്പിളക്കുന്നത്. അതാ രസം. കണ്ണടയും വെച്ചിട്ടാണ് വീമ്പിളക്കുന്നത്. മൈ ബോഡി മൈ ചോയ്സ്. എന്നാ മോനെ നീ ഒന്ന് കണ്ണട ഇല്ലാതെ ആ പേപ്പർ നോക്കി വായിച്ചേ. എന്റെ മൂക്കിന്റെ മേലെ വെച്ച കണ്ണട ഉണ്ടല്ലോ, അത് ഊരിയിട്ടൊന്ന് നീ വായിക്കും. ഭയങ്കര മൈ ബോഡി മൈ ചോയ്സ് ആണല്ലോ. അങ്ങനെ അവനെ കൊണ്ടൊന്ന് വായിപ്പിച്ചു നോക്കണം. അപ്പൊ അവൻ പറയാണ്, എന്റെ മുന്നിൽ അങ്ങനെ ഒരു കടലാസ് തന്നെ കാണുന്നില്ല. മുന്നിൽ എന്തെങ്കിലും എഴുതി വെച്ചതുണ്ട് എന്ന് പറയാം, മുന്നിൽ കടലാസ് തന്നെ ഞാൻ കാണുന്നില്ല. മോനെ, നിന്റെ ബോഡി നിന്റെ ചോയ്സ് ആണല്ലേ പറഞ്ഞത്, ആ കണ്ണുകൊണ്ട് വായിക്കടോ. ഇല്ല, റബ്ബിന്റെ തീരുമാനാണ്. മുലരെ കണ്ണട ഞങ്ങൾ കണ്ടെത്തിയിട്ടില്ലേ? കണ്ണട വെച്ചിട്ടും കണ്ണിന് കാഴ്ചയില്ലാത്തവനെ കണ്ടിട്ടില്ലേ നീ? പടച്ച റബ്ബിന്റെ തീരുമാനത്തിന്റെ മുന്നിൽ തോറ്റുകൊടുക്കാനല്ലാതെ ലെൻസുകൾക്ക് സാധ്യമല്ല, കണ്ണടകൾക്ക് സാധ്യമല്ല, ചികിത്സകൾക്ക് സാധ്യമല്ല. തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എന്നാ അതേ പടച്ച റബ്ബ് തന്നെ രാത്രി കിടന്നുറങ്ങുമ്പോ ഓർക്കിൽ ഇയാള് പത്രം വായിക്കാണ്, കണ്ണടയില്ല. എന്തൊരു ജോറിലാ വായിക്കുന്നത്. കണ്ണടല്ല, കണ്ണെന്നെ കാണുന്നില്ലല്ലോ, കണ്ണ് പൂട്ടിയിട്ടല്ലേ വായിക്കുന്നത്. എന്ത് ജോറിലാ ഇയാള് പത്രം വായിച്ചത്? എന്തെങ്കിലും തകരാറുണ്ടായോ? ഇന്ന് വരെ ജീവിതത്തിൽ അത്ര ക്ലിയർ ആയിട്ട് വായിച്ചിട്ടില്ല. വായിക്കാൻ അറിയാത്തവൻ പത്രം നോക്കി വായിക്കാണ്. ഉറക്കില് പടച്ച റബ്ബിന്റെ തീരുമാനാണ്. നിനക്ക് എന്തിനാ ഇതൊക്കെ റബ്ബ് ലോകത്ത് വെച്ച് തന്നത് എന്നറിയോ? നിന്റെ തീരുമാനമല്ല. മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സംവിധാനമൊക്കെ ഉള്ള റൂമിൽ AC ഒക്കെ ഇട്ട് കിടന്നുറങ്ങിയതാ. ഭാര്യനെ വിളിച്ചിട്ട് ഭയങ്കര ചൂടാകല്. ഇപ്പൊ ഭാര്യയ്ക്ക് എന്തിനാ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത്? നീ എന്താ പറയുന്നത്? ആന റൂമിൽ വന്നാ പിന്നെ ദേഷ്യം പിടിക്കൂലേതാ ചോദിക്കുക. ആന പോയിട്ട് ഈ ഭാര്യ അവിടെ വന്ന കൊതുകിനെ തന്നെ കണ്ടിട്ടില്ല അല്ലേ? കൊതുകിനെ തന്നെ മൂപ്പത്തിയാരെ ഉറക്കിന്റെ കടുപ്പം കൊണ്ട് മൂപ്പരറിയില്ല. പിന്നെ ഈ ചങ്ങായി ഭയങ്കര ജോറിൽ ആന വന്ന വകയിൽ ഭാര്യനോട് ചൂടാകുകയാണ്. എവിടെ? റൂമിൽ എന്താ ആനേ? ഇയാള് ചോദിക്കാണ്, റൂമിൽ എന്താ ആനയാണ്? ഭാര്യ ചോദിക്കുക, എന്താ ആനയാണ് റൂമിൽ? അപ്പൊ ഇയാൾ പറയാം, ഞാൻ കണ്ടതല്ലേ. നീ എങ്ങനെ ഇല്ലാന്ന് പറയില്ലേ? ഞാൻ കണ്ടതല്ലേ. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ഉറക്കം തെളിഞ്ഞിട്ട് പറയാം, ശരിയാട്ടോ, ഞാൻ ഉറക്കത്ത് കണ്ടതാ. അനുഭവമില്ലേ മനുഷ്യര്? ഭയങ്കര മൈ ബോഡി മൈ ചോയ്സ് ഇതൊക്കെ പറഞ്ഞ കാക്കാന്റെ വർത്താനാണ് ഈ പറയുന്നത്. എന്ത് ബോഡി മൈ ചോയ്സ് ഇടോ? ആക്കെ വെറുതെ ഡയലോഗ് അടിക്കാനേ പറ്റുള്ളൂ. നിന്റെ ശരീരം അള്ളാന്റെ അധികാരത്തിലാണ് എന്ന് ബോധ്യപ്പെടുത്താൻ എന്തൊക്കെ സംഗതികൾ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഭയങ്കര ബീമ്പളക്കാണ്. മൈ ബോഡി മൈ ചോയ്സ്. ഞങ്ങൾ ന്യൂ ജനറേഷൻ ആണ്. ഇപ്പൊ കാലത്തിൽ നിങ്ങൾ ചില ചെറുപ്പക്കാർ, നിങ്ങളുടെ നാട്ടിലൊന്നും നല്ല ചെറുപ്പക്കാരുണ്ടാവില്ല എന്നാണ് ചിലപ്പോൾ തെറ്റായി പോകും. ഈ പരിസരത്തൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം അല്ലേ? ഇപ്പൊ ചില ചെറുപ്പക്കാർ അവർക്ക് 3/4 തന്നെ ഹലാല അല്ലേ? ഇങ്ങനെ ഒരു സാധനം ഇല്ലേ ഇവിടെ? 3/4 അതിന് പേരിട്ടത്. നമ്മളെ നാട്ടിൽ പണ്ട് കാലത്ത് നമ്മളെ കാക്കാരും മുണ്ടിന്റെ അടിയിൽ എടുത്ത സാധനമാണ്. അതിന് നിങ്ങളെന്താ പേര് പറയാതെ എനിക്കറിയില്ല, ഞാൻ പറയുന്നില്ല. അതിപ്പോ ചെറുപ്പക്കാർ കുറെ ആളുകൾ 3/4 എന്നൊക്കെ പറഞ്ഞിട്ടോ കുട്ടികൾക്കൊക്കെ അതിട്ടിട്ട് ഇങ്ങനെ മുസ്ലിം നാമധാരികളെ ആളുകൾക്ക് തന്നെ അതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ തൊടയൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ റോഡിൽ ഇറങ്ങാൻ ഭയങ്കര ബഹുമാനാ. ഇയാൾ ഇംഗ്ലീഷുകാരുടെ മോഡലാണ് എന്ന് പറയുമ്പോൾ ഒരു സുഖം. എന്ത് സുഖാണോ ഈ സുഖം? ഏതോ വിവരമില്ലാത്ത ഇംഗ്ലീഷുകാരെ കാണിച്ചു തന്നാൽ ഭയങ്കര ബഹുമാനാണ് എന്ന് വിചാരിക്കുകയാണ് നീ. എന്ത് ബഹുമാനം?
നിന്റെ ശരീരത്തിന്റെ കാണിക്കാൻ പറ്റാത്ത ഭാഗങ്ങൾ കാണിക്കുന്നതാണോ ബഹുമാനം? 4 ഇംഗ്ലീഷ് പേര് കിട്ടിയ ഇപ്പൊ എല്ലാം ഭയങ്കര ജോറാ അല്ലേ? ഭയങ്കര ഇംഗ്ലീഷിന്റെ പേരാകുമ്പോഴേക്കൊക്കെ ജായിസാകൂന്ന് വിചാരിക്കുന്ന ചില വിഭാഗം ആളുകള്. അതിനിട്ട പേരായി ഇപ്പൊ പുതിയ ന്യൂ ജനറേഷൻ. അത് ഏത് കാലത്തും ന്യൂ ജനറേഷൻ ഉണ്ടാകും. നീ ഇപ്പൊ വലിയ പറയുന്നില്ലേ തന്ത വൈബാണ് എന്റെ വാപ്പക്ക്, വലിയ ബേജാറൊന്നും വേണ്ട. ഒരു 20 കൊല്ലം കഴിഞ്ഞാൽ എന്റെ മോനും പറയുന്നെ പറ്റി തന്ത വൈബാണ് അല്ലേ? ഒരു 20 കൊല്ലം 30 കൊല്ലം കഴിഞ്ഞാൽ എന്റെ 20 വയസ്സ് 25 വയസ്സുള്ള സമയത്തല്ലേ എനിക്ക് തോന്നുന്നത് 30 വയസ്സായപ്പോ എന്റെ ഉപ്പാക്കൊന്നും തിരിയൂലോ. ഓലൊക്കെ പഴയ കാലത്ത് ജീവിച്ചല്ലേ. നമ്മള് പുതിയ ജനറേഷൻ അല്ലേ, ഭയങ്കര സംഭവമല്ലേ, ന്യൂ ജനറേഷൻ അല്ലേ, അവരൊക്കെ തന്ത വൈബാണ്. നിന്റെ മക്കളും പറയടാ കുറച്ച് കഴിഞ്ഞിട്ട് ഇതിനെ പറ്റി നിന്റെ തന്ത വൈബ്. അപ്പൊ തോന്നും എന്താണ് ഈ കുട്ടി പറയുന്നത്, അപ്പൊ നിനക്ക് ബോധം വരും. അതൊക്കെ ജീവിതത്തിൽ മനുഷ്യന് കഴിഞ്ഞു പോകാനുള്ള പല കടമ്പകളുണ്ട്. അത് മനുഷ്യന്റെ ജീവിതത്തിൽ മനുഷ്യൻ ഏറ്റെടുത്തേ പറ്റുള്ളൂ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ജനിച്ചു വീണ ഉടനെയുള്ളൊരു കുട്ടി ഏത് ബാപ്പാന്റെ ഒരു ആഗ്രഹമല്ലേ അല്ലേ? പ്രസവിച്ചു വീണുള്ളൊരു കുട്ടി ഉണ്ടാകൽ ആഗ്രഹമല്ലേ? മക്കളില്ലാത്തവർക്ക് അള്ളാഹു ഹൈറായ മക്കളെ നൽകട്ടെ, ഉള്ള മക്കളൊക്കെ അള്ളാഹു തആല ഹൈറായ മക്കളാക്കി തരട്ടെ. ഏത് വാപ്പാന്റെ ആഗ്രഹമാണ് ഒരു കുട്ടി ഉണ്ടാകുക എന്ന് പറയുന്നത്? ആ കുട്ടി വലുതാണ്ട് എപ്പം കുട്ടിയായിട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു വാപ്പനെ കാണിച്ചു തരുമോ? അങ്ങനെ ഉണ്ടാവുക? കുട്ടീനെ കിട്ടണമെന്ന് ആഗ്രഹിക്കാത്തൊരു വാപ്പല്ല. ആ കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ എന്റെ റബ്ബേ എന്റെ കുട്ടീനെ കുട്ടിയാക്കി നിലനിർത്തണേ അല്ലാ, അങ്ങനെ വേർക്കുവോ? വേർക്കൂല എന്ന് മാത്രമല്ല, വേറെ മൊയിലേറെ കല്ലെടുത്തെറിയും. അല്ല മൊയിലേറെ അത് വലുതായില്ല പിന്നെ എനിക്കാരുണ്ടാവും, നിങ്ങളുണ്ടാവോ? എനിക്ക് പ്രായമായാലും എനിക്ക് ആവശ്യമുള്ള സേവനമൊക്കെ ചെയ്തേരെ നിങ്ങൾ വരുമോന്ന് ചോദിക്കൂലേ നാട്ടുകാര്? എന്തേ ആ പറയുന്ന കുട്ടി ഒരിക്കലും കുട്ടിയാകാൻ പാടില്ല. അത് പിന്നെ വലുതായി ആലിക്കുട്ടിയാകണം, ഹംസക്കുട്ടിയാകണം. പേരാടെ കുട്ടിന്നുണ്ടാണ്, എന്നാലും ആൾ ഹംസക്കുട്ടിയാകണം, വലുതായിരിക്കണം. അയാൾ വലുതാകാതെ അങ്ങനെ എല്ലപ്പം കുട്ടിയായിരുന്നാ പറ്റൂല അല്ലേ? കുട്ടിയാണെന്ന് പറഞ്ഞാൽ പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. 2 വയസ്സ് പ്രായമുള്ള 3 വയസ്സുള്ള പ്രായമുള്ള ചെറിയ മക്കള് ഏത് വാപ്പാക്കും ഇഷ്ടമുള്ള ഒരു പ്രായ അല്ലേ? 2 വയസ്സുള്ള കുട്ടികളോട് കളിക്കാൻ ഭയങ്കര രസമല്ലേ? ഇല്ലേ? അതും ഇല്ലേ നിങ്ങളെ നാട്ടുകാർക്ക്? ഉണ്ട്. കുട്ടികളോട് കളിക്കാൻ നല്ല രസമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, ഹബീബായ നബിയെ, ഇന്ന് വരെ ഞാൻ എൻ്റെ കുട്ടീനെ ചുംബിച്ചിട്ടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത് കാരുണ്യമില്ലാത്ത വർത്താനങ്ങൾ പറയുന്നത്. കുട്ടികളെ കൂടിയാവുമ്പോൾ അവരെ ചുംബിക്കാനും അവരെ അണച്ചു കൂട്ടാനൊക്കെ ഉള്ള ഒരു സുഖമുണ്ടല്ലോ അല്ലേ? ഭയങ്കര സന്തോഷല്ലേ എന്ന് വിചാരിച്ചിട്ട് ആ 2 വയസ്സ് 3 വയസ്സുള്ള പ്രായം എല്ലാ കാലത്തും എങ്ങനെ ഉണ്ടാവും? പഠിച്ചോനെ എന്റെ മോൾക്ക് വളർച്ചയില്ല എന്ന് പറഞ്ഞു പിന്നെ മൂലിയാരോട് വേർക്കാൻ പറയും, നമ്മളൊന്നും വേർക്കൂലേ? അതിന്റെ രസമുള്ള കാലല്ലേ കുട്ടീന്റെ? ആ 2 വയസ്സ് 3 വയസ്സ് എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള കാലല്ലേ മൊയിലിയാരെ? അതാ 2 വയസ്സ് 3 വയസ്സ് അക്കാലത്തെ ആ രസം ഉണ്ടാവുള്ളൂ. ആ രസം 10 വയസ്സായ പിന്നെ രസം ഉണ്ടാവില്ല. 10 വയസ്സായ ആളും 2 വയസ്സ് കുട്ടീന്റെ ബുദ്ധിയും നമുക്ക് മതിയാവോ? ഇല്ല. അപ്പൊ പിന്നെ നമുക്ക് ടെൻഷനാ, പഠിച്ച റബ്ബേ എന്റെ കുട്ടിക്ക് ബുദ്ധിക്ക് വളർച്ചയില്ല. മനുഷ്യ ഭൂമി ലോകത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരുപാട് കടമ്പകളും ഒരുപാട് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് വതുക്കിയോ ആഗ്രഹങ്ങളുമായി ജീവിച്ച് എല്ലാ ആഗ്രഹങ്ങളെയും ഇങ്ങനെ പേറി ജീവിച്ച അവസാനം മക്കളെ തലയിലങ്ങ് ഏൽപ്പിച്ചു കൊടുത്തിട്ട് തൽക്കാലം വിടാന്ന് പറയുന്ന ലോകമാണ് ദുന്യാവ് എന്ന് പറയുന്നത്. അല്ലാതെ ഇംഗ്ലീഷ് പേരിടുമ്പോഴേക്ക് ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ പഴയതൊക്കെ ഒഴിവാക്കിയിട്ട് എല്ലാം ജായിസാകൂ എന്ന് പറയുന്ന ചിന്താഗതി ഉണ്ടല്ലോ. പഴയതൊക്കെ തെറ്റാണ്, പുതിയത് മാത്രമേ അംഗീകരിക്കാൻ കഴിയൂ എന്ന് പറയുന്ന ചിന്താഗതി ഉണ്ടല്ലോ. ഇല്ല. എത്ര വലിയ ന്യൂ ജനറേഷൻ ആയാലും അല്ല, എത്ര വലിയ ന്യൂ ജനറേഷൻ ആയാലും, ന്യൂ സ്ക്വയർ ജനറേഷൻ ആയാലും, ഓ മുസ്ലിമേ, നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കേണ്ട കാര്യങ്ങൾ നീ അനുഭവിച്ചേ പറ്റൂ. മുസ്ലിയാരെ റോബോട്ടായിട്ടാണ് കുട്ടീനെ പ്രസവിക്കുന്നത്, റോബോട്ടാണ് എനിക്ക് കുട്ടിയെ തരുന്നത് എന്നൊക്കെ ചിലപ്പോൾ നിനക്ക് തോന്നിയേക്കും. അതൊക്കെ തോന്നലാ. റോബോട്ടിന്റെ ഉള്ളിൽ നിന്ന് നിനക്കായിട്ടൊരു കുട്ടീനെ സ്വന്തം ഉണ്ടാക്കുന്ന റോബോട്ട്, അത് പിന്നെ നിന്റെ കുട്ടി ഇത് പറയാൻ പറ്റില്ലല്ലോ. നിന്റെ കുട്ടിയാകണമെങ്കിൽ നിന്നിലേക്ക് ചേർത്തി പറയാൻ കഴിയണ്ടേ? നിന്നിൽ നിന്നുണ്ടായ എന്തോ ഒരു സാധനം ഉണ്ടായതിന്റെ പേരിലാണ് നിന്റെ കുട്ടി ഇത് പറയുന്നത്. റോബോട്ട് ഒന്നും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. നിന്റെ ശരീരത്തിൽ എന്തോ ഒരു വസ്തുവിനെ നീ വികസിപ്പിച്ചെടുത്തു എന്നല്ലാതെ റോബോട്ടിന്റെ 4 പ്രസവത്തിന്റെ കഥ കേൾക്കുമ്പോഴേക്ക് ഇസ്ലാം പൊളിഞ്ഞു പോകൂന്ന് വിചാരിക്കുന്ന വിവരമില്ലാത്തവരില്ലേ? അവരോട് പറയട്ടെ, അള്ളാന്റെ കലാമായ ഖുർആൻ 1400 കൊല്ലമായി ഖുർആൻ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ട് അല്ലേ? 1400 കൊല്ലമായി. ഇന്ന് വരെ ഒരു വള്ളിപുള്ളിയിൽ മാറ്റമില്ല, ഒരു പോയിന്റിൽ ഒരു കുത്തിൽ പോലും മാറ്റമില്ല. അതല്ലേ അള്ളാന്റെ ഖുർആൻ.
നിങ്ങൾ റോബോട്ടുകളല്ല, റോബോട്ടുകൾ അച്ഛന്മാരെ കണ്ടെത്തിയാലും ഈ ഖുർആനിന്റെ ഒരു ആശയം മാറ്റേണ്ട ഒരു ഗതിയേട് അങ്ങനെ ഇസ്ലാമിനില്ല. എന്തേ കാരണമെന്നറിയോ? ഇത് ലോകത്തിന്റെ മുഴുവനും അധിപനായ റബ്ബ്, ആ റബ്ബിന്റെ കലാമാണല്ലോ അല്ലാഹുവിന്റെ ഖുർആൻ. മനുഷ്യൻ പോയാലും എവിടം വരെ എത്തൂന്നറിയുന്ന റബ്ബാണ്. അതുകൊണ്ടല്ലേ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് യതതാവലൂന അലാ ബുന്യാനിഹിം. അതേ ഖിയാമത്ത് നാൾ അടുക്കുന്ന സമയമായാൽ ഏത് കാലത്താ പറയുന്നത് എന്നറിയോ? 100 തട്ടുള്ള 160 തട്ടുള്ള ബുർജ് ഖലീഫ ഉണ്ടായ കാലഘട്ടത്തിലല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് 2 നിലയുള്ള വീട് നാട്ടിൽ ഒരു സ്ഥലത്തും ഇല്ലാത്ത കാലത്ത് ഒരു സഹാബി 2 നിലയുള്ള വീടുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഓ സഹാബ, എന്റെ ഉമ്മത്തിന്റെ അന്ത്യനാൾ എപ്പോഴാണ് എന്നറിയോ? അവരവിടെ ആ കാലഘട്ടത്തിൽ ഒരു കാലഘട്ടം വരും അവർക്ക്. അവരെന്തിനാ മത്സരിക്കുന്നത് എന്നറിയോ? അവരെ ബിൽഡിങ്ങുകളുടെ നീളം കൂട്ടാൻ വേണ്ടി, ബിൽഡിങ്ങിന്റെ തട്ടുകൾ കൂട്ടാൻ വേണ്ടി അവരെ മത്സരിക്കുന്ന ഒരു കാലം വരും സമൂഹമേ. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 നിലയുള്ള ബിൽഡിംഗ് 5 നിലയുള്ള ബിൽഡിംഗ് മാത്രം കണ്ടവരല്ല. 160 തട്ടുള്ള ബിൽഡിംഗ് ഉണ്ടായപ്പോ അതിനേക്കാൾ അപ്പുറത്ത് 2 കിലോമീറ്റർ നീളമുള്ള ബിൽഡിംഗ് ഉണ്ടാക്കാൻ, 2.5 കിലോമീറ്റർ നീളമുള്ള ബിൽഡിംഗ് ഉണ്ടാക്കാൻ, 3 കിലോമീറ്റർ നീളമുള്ള ബിൽഡിംഗ് ഉണ്ടാക്കാൻ, അങ്ങനെ കിലോമീറ്ററുകൾ മേലോട്ടേക്ക് വാനലോകത്തേക്ക് ഉയർത്തി നിൽക്കുന്ന ബിൽഡിങ്ങുകൾ നിർമ്മിക്കാൻ വേണ്ടി അതേ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യങ്ങൾ വലുതും. ഇല്ല, നിർമ്മിച്ചിട്ട് അമേരിക്കക്കാരന് മതിയായോ? ഇല്ല. 100 കണക്കിന് ബിൽഡിങ്ങുകൾ അങ്ങനെ പറയാനുണ്ട്. ന്യൂയോർക്ക് സിറ്റിയിലുണ്ട്, കാലിഫോർണിയയിലുണ്ട്. അമേരിക്കക്കാരന് മതിയായോ? അതിനേക്കാളും വലുതുണ്ടാക്കേണ്ട ബേജാറിലാണ്. ചൈനക്കാരൻ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയില്ലേ? മതിയായോ? ഇല്ല. വീണ്ടും ബിൽഡിങ്ങിന്റെ നീളം കൂട്ടേണ്ട ബേജാറിലാണ്. 1400 കൊല്ലം മുമ്പ് 2ാമത്തെ നിലയിലേക്ക് പോലും ബിൽഡിങ്ങുകൾ വേണ്ടതുപോലെ പടരാത്ത കാലത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖിയാമത്ത് നാളായാൽ ബിൽഡിങ്ങിന്റെ നീളങ്ങൾ കൂട്ടാൻ വേണ്ടി മത്സരിക്കുന്ന ഒരു വിഭാഗം എന്റെ സമൂഹത്തിൽ ഉണ്ടാകുമെന്ന് കേട്ടോ. വയല് കേൾക്കുന്ന മുസ്ലിമേ, ആ നേതാവിന്റെ വാക്കിനൊന്ന് വരെ ഒന്ന് കളവായിട്ട് പറയാനില്ല. അവിടുന്ന് പറഞ്ഞത് ഒരു വാക്ക് പോലും സത്യമാണെന്ന് ഇമാമികൾ സ്വഹീഹായി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് പോലും കള്ളമാണെന്ന് പറഞ്ഞ് തള്ളാൻ ലോകത്തില്ലേ ഇല്ല. ഇത് ലോകം മുഴുക്ക സൃഷ്ടിച്ച് പരിപാലിച്ച റബ്ബിന്റെ മതമാണ്. ആ മതമനുസരിച്ച് ജീവിക്കുമ്പോ, അതും പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുമ്പോ എന്റെ വയല് കേൾക്കുന്ന വിശ്വാസികള് പല വിശ്വാസത്തിലും അടിയുറച്ച് ജീവിക്കുന്നവരുണ്ടാകാം, അല്ലെ? പല വിശ്വാസത്തിലും ജീവിതയെ വിശ്വസിച്ച് ജീവിക്കുന്നവരുണ്ടാകാം. അവരെ മുന്നിൽ എന്റെയും നിന്റെയും ജീവിതം എങ്ങനെയാകണമെന്നാ ഖുർആൻ പറഞ്ഞത്. ലക്കും ദീനുക്കും വലിയ ദീൻ. അവർക്ക് അവരെ ദീനാണ് വലുത്. അതുകൊണ്ട് ഒരിക്കലും പോയിട്ട് അവന്റെ ഏതെങ്കിലും ക്രിസ്മസ് അപ്പൂപ്പം വരുമ്പോ അവനെ കളിയാക്കാൻ പോകണ്ട, അവനെ ചീത്ത വിളിക്കാൻ പോകണ്ട, അവനെ കുറ്റം പറയാൻ പോകണ്ട. നിങ്ങൾ അവരുടെ ആദ്യ ബിംബങ്ങളെയോ അവരുടെ ആരാധന വസ്തുക്കളെയോ അവരെ ബഹുമാനിക്കുന്നതിന് നിങ്ങൾ ഒരിക്കലും ചീത്ത വിളിക്കാൻ പാടില്ല, ഒരിക്കലും ഇകഴ്ത്താൻ പാടില്ല, കുറ്റം പറയാൻ പാടില്ല. അതേ സ്ഥാനത്ത് മുസ്ലിമേ അവരുടെ ആരാധനാലയങ്ങളെ കോപ്പിയടിക്കാനോ, അവരെ ആരാധനകളെ കോപ്പിയടിക്കാനോ, അവരെ കളിയാക്കാനോ, അവരുടെ മതത്തിലെ ആചാരങ്ങൾ പോലെ മുസ്ലിം ക്രിസ്മസ് അപ്പൂപ്പന്റെ വേഷം ധരിക്കുന്ന സ്വഭാവം, അവരെ അങ്ങനെ അതേ സ്വഭാവം അങ്ങനെ കാണിക്കുന്ന സ്വഭാവം, അവരെ തമാശയാക്കുന്ന സ്വഭാവം, അവരെ കളിയാക്കുന്ന സ്വഭാവം അത് മുസ്ലിമിനുണ്ടായിക്കൂടാ. ലക്കും ദീനുക്കും വലിയ ദീൻ. നിനക്ക് നിന്റെ ദീനാണ്, അവനവന്റെ ദീനാണ്. ഓ മുസ്ലിമേ, നിന്റെ
എന്റെ പള്ളിയിലെ ഉസ്താദ് പള്ളിയിലെ മിമ്പറിന്റെ മേല് പള്ളിയിൽ ഖുത്ബോദാൻ വരുന്ന ധരിക്കുന്ന വസ്ത്രമില്ലേ, ആ വസ്ത്രധാരണ നിനക്ക് നിന്റെ നാട്ടിലെ ഓണത്തിന്റെ ദിവസത്തിൽ ഓണം ആചരിക്കുമ്പോ അവരിട്ടിട്ട് ധരിച്ചിട്ട് നിന്റെ മുന്നിൽ അഭിനയിച്ച് കാണിച്ചാൽ അത് നിനക്ക് വെറുപ്പ് പിടിക്കാൻ കാരണല്ലേ? എന്താണ് എന്റെ ഉസ്താദിനെ കളിയാക്കിയിട്ടൊരു വേഷം, ഓണക്കാർക്ക് ഓണക്കാരുടെ വേഷമില്ലേ, ക്രിസ്മസിന് ക്രിസ്മസിന്റെ വേഷമില്ലേ? എന്തിനാണ് പാവപ്പെട്ട പള്ളിയിലെ ഉസ്താദിന്റെ വേഷം ധരിച്ചിട്ട് മുസ്ലിമീങ്ങളെ ഹുർമത്തുള്ള വേഷത്തെ എന്തിനാ ധിക്കരിക്കുന്നത് എന്ന് ചോദിക്കൂലേ? ഓ ചെറുപ്പക്കാരാ, നീ എന്തിനാണ് ഓണത്തിന്റെ ദിവസം അവരെ വേഷവിധാനം എടുത്ത് പകർത്തേണ്ട ആവശ്യം? നീ എന്തിനാണ് ക്രിസ്മസിന്റെ ദിവസം അവരെ വേഷം ധരിക്കേണ്ട ആവശ്യം? എന്തിനാണ് അവരുടെ ആരാധനകളിലും കൈവെക്കേണ്ട ആവശ്യം? മുസ്ലിമേ, നിനക്ക് നിന്റെ ദീനാണ് വലുത്. മറ്റുള്ളവന്റെ മതാചാരങ്ങളെ കോപ്പിയടിക്കുന്നവന്, മറ്റുള്ളവരുടെ മതാചാരങ്ങളെ പ്രവർത്തനങ്ങളെ ജീവിതത്തിൽ പകർത്തുന്നവനായി ഓ മുസ്ലിമേ നമ്മള് മാറിക്കൂടാ. അതിന്റെ പേര് മതസൗഹാർദ്ദമെന്നല്ല, അതിന്റെ പേരെന്താണ് എന്നറിയോ? ഇസ്ലാമിലില്ലാത്ത വേഷവിധാനം ധരിച്ച് അവരോട് അവരുടെ മതത്തിൽ ഉണ്ടാകുന്ന ആചാരങ്ങളും പ്രവർത്തനങ്ങളും കോപ്പിയടിച്ച് അവര് ചെയ്യുന്ന ആരാധനകൾ പോയിട്ട് അവരെ ബിംബത്തിന്റെ മുന്നിലോ അല്ലെങ്കിൽ അവര് ദൈവമാണെന്ന് വിശ്വസിക്കുന്നതിന്റെ മുന്നിലോ അവര് ദൈവമാണെന്ന് പറയുന്നതിന്റെ മുന്നിലോ നീ പോയിട്ട് അവര് ചെയ്യുന്നത് പോലെ അവർക്ക് ഇഷ്ടപ്പെടാത്ത സ്ഥലത്ത് നീ പോയിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അതിന്റെ പേരാ അവരോട് ചെയ്യുന്ന വലിയ തെറ്റുകെട്ടോ. എന്ന് മാത്രമല്ല, നിന്റെ ഈമാനിനോട് നീ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റുകെട്ടോ. അവരോട് മാത്രമല്ല, നിന്നോടും നീ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റതാണ്. കാസർഗോഡ് ജില്ലയിലുണ്ടോന്ന് എനിക്കറിയില്ല. ഇപ്പോഴത്തെ ചില ചെറുപ്പക്കാർ ആഘോഷിക്കാൻ എന്തെങ്കിലും പേര് കിട്ടിയാൽ മതി, അത് ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് പറയുന്ന ഒരു വിഭാഗം ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അമ്പല കമ്മിറ്റിക്കാര് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, അമ്പലത്തിൽ മുസ്ലിമീങ്ങൾ കയറാൻ പറ്റാത്ത സമയമുണ്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ വിശ്വാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല അല്ലേ? മുസ്ലിമീങ്ങൾ അമ്പലത്തിൽ കയറാൻ പറ്റാത്ത സമയമുണ്ട്. അതുപോലെ ഒരിക്കലും മതസൗഹാർദ്ദം ഇല്ലാത്തതിന്റെ പേരിലല്ലേ? അതിന്റെ പേരിൽ നമ്മൾ ഒരിക്കലും മതസൗഹാർദ്ദം ഇല്ലാത്ത മതക്കാരാണ് ഹൈന്ദവർ എന്ന് പറയരുത്. അതവരെ മതത്തിന്റെ നിയമമാണ്, അതവരെ മതത്തിന്റെ നിയമമാണ്. ഇതുപോലെ മുസ്ലിമിന്റേതായ നിയമങ്ങളുണ്ട്. ആ നിയമ സംഹിതകളെ ജീവിതത്തിൽ പൊട്ടിച്ചു കളയലാണ് മതസൗഹാർദ്ദം. ആരാണോ നിനക്ക് പറഞ്ഞു തന്നത്? മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്ന ആരാധനകളും കോപ്പിയടിക്കല. അതിന്റെ പേര് നീ മതം മാറലിന, അല്ലാതെ അതിന്റെ പേര് മതസൗഹാർദ്ദം എന്നല്ലേ. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ ലക്കും ദീനുക്കും വലിയ ദീൻ, അവൻ അവന്റെ മതാചാര പ്രകാരം ജീവിക്കണം, നീ നിന്റെ മതാചാര പ്രകാരം ജീവിക്കണം. നീ ഒരിക്കലും ആ മുസ്ലിമിനോട് പോയി അസ്സലാമു അലൈക്കും എന്ന് സലാം പറയരുത് എന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം. തീവ്രവാദല്ലേ? അല്ല. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അത് ഇബാദത്താണ്. ഞാൻ വെറുതെ പറയല്ല. നിങ്ങളൊക്കെ സദസ്സിലിരിക്കുന്ന കുട്ടികളോട് ചോദിച്ചു നോക്ക്, സലാം പറയുന്നതിന്റെ വിധി എന്താ മോനെ? സുന്നത്ത്. മടക്കുന്നതിന്റെ വിധി എന്താ മോനെ? വാജിബ് എന്ന് പറഞ്ഞാൽ എന്താ? സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്താൽ കൂലിയുള്ളത്. വാജിബ് എന്ന് പറഞ്ഞാലോ ചെയ്യൽ നിർബന്ധമായത്. ആരാധനയാണ് സലാം. ആ സലാം പോയിട്ട് നീ അമുസ്ലിമായ മനുഷ്യനോട് പറയരുത് എന്നാ ഇസ്ലാം. എന്തുകൊണ്ട്? അവനെ അറിയാതെ അവനെ കൊണ്ട് എങ്ങനെയെങ്കിലും മുസ്ലിമിന്റെ ഇബാദത്ത് ചെയ്യിപ്പിക്കുക, മുസ്ലിമിന്റെ ആരാധന ചെയ്യിപ്പിക്കുക. ആ പരിപാടി ഇസ്ലാമിലില്ലേ? ഏതെങ്കിലും ഒരു വിശ്വാസമില്ലാത്തവനെ കൊണ്ട് അവൻ അറിയാതെ എങ്ങനെയെങ്കിലും ഇസ്ലാമികമായ കർമ്മങ്ങൾ ചെയ്യിപ്പിച്ച് കളയാ. അങ്ങനൊരു ഇസ്ലാമില്ല കേട്ടോ, അങ്ങനൊരു ഇസ്ലാം പറഞ്ഞിട്ടില്ലേ. മറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് മനുഷ്യന് കഴിയുന്നത് മാത്രമേ മനുഷ്യനോട് കൽപ്പിച്ചിട്ടുള്ളൂ. അവനക്ക് അവന്റെ ഇഷ്ടാനുസരണം ജീവിക്കാം. നിന്നോടൊരിക്കലും മറ്റുള്ളവരെ നിർബന്ധിച്ചിട്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ഒരിക്കലും ഇസ്ലാം പറഞ്ഞിട്ടില്ല. നിർബന്ധിത പരിവർത്തനം എന്നൊക്കെ പറയുന്ന ആൾക്കാർ ചില ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് എന്താണ് പറയുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്താണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ പറയുന്നത് അല്ലേ? നിർബന്ധിത പരിവർത്തനം. അങ്ങനെ ഒരു മുസ്ലിം ഉണ്ടാവുമോ? ഒരാളെ നിർബന്ധിച്ചിട്ട് പറയടാ കൊന്നുകളി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഒരാൾ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, അയാൾ കൊല്ലാതെ പോയി, അയാൾ മുസ്ലിം ആവുമോ? അവനെ ആവൂല. എന്തുകൊണ്ടാവൂല? മുസ്ലിം ആകണമെങ്കിൽ എന്ത് വേണം? നാവോട് പറഞ്ഞാൽ മതിയോ? പള്ളിയുടെ മുന്നിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്നു, ഏതോ ഒരു മുസ്ലിമോ എപ്പോ നടന്നു പോകും, പള്ളിയിൽ നിന്ന് ഇങ്ങനെ കേൾക്കൂ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇത് കേൾക്കുമ്പോൾ എല്ലാം
കേൾക്കുന്ന റോഡിലൂടെ നടന്നു പോകുന്ന ആൾ പറയും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഓൻ മുസ്ലിം ആവുക? ഓൻ പള്ളിയിലും കടയിലും ഇരുന്നിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പള്ളിയിൽ നിന്ന് വിളിച്ചു പറയും, മോനും വിളിച്ചു പറയൂ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിളിച്ചു പറയും. മുസ്ലിം ആവുക? ഇല്ല. കൊന്നു കളിയടാ പറഞ്ഞില്ലെങ്കിൽ. എന്നിട്ട് ഒരാൾ പറയിപ്പിച്ചു എന്നാ മുസ്ലിം ആവുക? ഇല്ല. നാവ് കൊണ്ട് പറഞ്ഞാ മതിയോ? പോരാ, മനസ്സുകൊണ്ട് അംഗീകരിച്ച് പറയണം. അല്ലാതെ മുസ്ലിം ആവില്ല എന്നാ ഇസ്ലാം. പിന്നെ എങ്ങനെ നിർബന്ധത പരിവർത്തനം ഉണ്ടാകല്? അങ്ങനെ നിർബന്ധിച്ച് പരിവർത്തനം ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ഇസ്ലാം എന്നില്ല എന്നാ ഇസ്ലാം. ഏതെങ്കിലും ഒരു ചങ്ങാതിനെ പിടിച്ചിട്ട് ഇന്റെ പേര് എനിക്ക് ഏതെങ്കിലും അതേ അബൂബക്കറാണെന്നോ പോക്കറാണെന്നോ പറഞ്ഞുകൊണ്ടൊന്നും മുസ്ലിം ആവില്ല. മുസ്ലിം ആകണമെങ്കിൽ ഹൃദയത്തിന്റെ ഉള്ളിൽ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അംഗീകരിക്കണം. അത് അംഗീകരിച്ച് നാവ് കൊണ്ട് പ്രഖ്യാപിച്ചവനാണ് മുസ്ലിം. അല്ലാതെ ഞാന് അതിലെ പോകുമ്പോ എല്ലാ ദിവസവും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയലുണ്ട്, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയലുണ്ട്. അവിടെ ഞാൻ മുസ്ലിമാണെന്നാ മുസ്ലിം ആവൂല. ഹൃദയം കൊണ്ട് അംഗീകരിച്ച് പ്രഖ്യാപിക്കണം. ഇതാണ് ഇസ്ലാം. ഏതെങ്കിലും നിർബന്ധിത പരിവർത്തനമോ അങ്ങനെ ആരെങ്കിലും നിർബന്ധിച്ചതിന്റെ പേരിലൊന്നും ഒരാൾ മുസ്ലിമായി പോകില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും ബേജാറാകണ്ട. ഏതോ ഒരു ചങ്ങാതി വന്നിട്ട് അടിച്ചിട്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നുണ്ടൊന്നും ഒരാളും ഇസ്ലാമിലേക്ക് വരൂല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഏതെങ്കിലും ആളുകളെ മീൻ പിടിക്കാൻ വേണ്ടി വലയിട്ടാ കിട്ടുന്ന മീനെ കിട്ടുന്നത് പോലെ ഒരു വിഭാഗത്തിന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വിഭാഗമൊന്നും അല്ലട്ടോ മുസ്ലിം എന്ന് പറഞ്ഞാല്. ഇസ്ലാമിന്റെ ആശയത്തെ അറിഞ്ഞ് മനസ്സിലാക്കി ആ ആശയത്തിന്റെ മഹിമയെ മനസ്സിലാക്കിയിട്ട് കടക്കാൻ ഭാഗ്യം ലഭിക്കുന്നവനവനാ മുസ്ലിം. മഹാനായ നബിയുല്ലാഹി കലീമുല്ലാഹി മൂസ. ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. മഹാനായ നബിയുല്ലാഹി കലീമുല്ലാഹി മൂസ അലാ നബിയിനാ വഅലൈഹിസ്സലാം. ആ മൂസാ നബി അലൈഹി സ്വലാം ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോ ഒരു പ്രായം ചെന്ന മനുഷ്യൻ, അയാൾക്ക് ഇന്ന് വരെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അറിവില്ലാത്തതിന്റെ പേരിൽ പലതിനെയും ആരാധിച്ചിട്ടുണ്ട്, പക്ഷേ റബ്ബിനെ ആരാധിക്കാൻ സാധിച്ചിട്ടില്ല. അയാൾ കേൾക്കുന്ന മുസ്ലിമേ, മഹാനായ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം അടുത്തേക്ക് ചെന്ന് ചോദിക്കുന്നു, നിങ്ങൾക്ക് റബ്ബിനെ ആരാധിക്കാനുള്ള ഭാഗ്യം ഇന്ന് വരെ ലഭിച്ചില്ലല്ലോ, പ്രായം ഒരുപാടായി പോയല്ലോ. റബ്ബെങ്ങാനും നിങ്ങളെ തിരിച്ചു വിളിച്ചാൽ ഏകനായ റബ്ബിനെ ആരാധിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ പോയാൽ ആ റബ്ബിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ഏകനായ റബ്ബിനെ വഴിപ്പെടാത്തതിന്റെ പേരിൽ റബ്ബ് ചോദ്യം ചെയ്യുമ്പോൾ ഉത്തരം മുട്ടിയവനായി പോകുമോ? മഹാനായ നബിയുല്ലാഹി കലീമുല്ലാഹി മൂസ അലാ നബീനാ അലൈഹിസ്സലാം ഈ മനുഷ്യനോട് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ മൂസാ നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണോ, മൂസാ നബിയേ ലൗ റജഅതു ഇലൈഹി, ഞാനെങ്ങാനും എൻ്റെ റബ്ബിലേക്ക് മടങ്ങിയാൽ ആ റബ്ബ് എന്നെ സ്വീകരിക്കുമോ? എന്നെ ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിന്നോ, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. പ്രായം തന്ന ഉപ്പാപ്പമാരെവിടെ ഇരുന്നോ, നമുക്ക് റബ്ബിനോട് ദുആ ചെയ്തങ്ങ് പിരിയണം. അല്ലാ, ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണം റഹ്മാനേ. മഹാനായ കൂമ്പോൾ തങ്ങളവറുകൾ നമുക്ക് ദുആ ചെയ്തു തരാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. ചെറിയ ആരോഗ്യ പ്രശ്നമുള്ളവന് വരാൻ കഴിയില്ലെന്ന് പറഞ്ഞു എന്ന് സംഘാടകർ പറഞ്ഞു. ഞാനിവിടെ വന്നാൽ തങ്ങളവറുകളൊന്ന് കണ്ട് തങ്ങളവറുകളെ കൈപിടിച്ചൊന്ന് മുസാഫഹത്ത് ചെയ്ത് തങ്ങളവറുകളോട് ദുആ കൊണ്ട് പറയാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഈ പാവപ്പെട്ട മുത്തഅല്ലിം ഇവിടെ വന്നത്. സയ്യിദന്മാരോടുള്ള സ്നേഹം, തങ്ങന്മാരോടുള്ള സ്നേഹം, അത് ജീവിതത്തിലെ വലിയ മുതൽക്കൂട്ടാണല്ലോ. കാസർഗോഡ് ജില്ലയിലെ ഇസ്ലാമിക ഈറ്റില്ലത്തിന് ഇന്നും ചുക്കാൻ പിടിക്കുന്ന നേതൃത്വമാണ് മഹാനായ കൂമ്പോൾ സാദാത്യങ്ങൾ. അവർക്കും നീ ദീർഘായുസ്സും ആഫിയത്തും ഏറ്റി കൊടുക്കണം റഹ്മാനെ. ആ കൂമ്പോൾ സാദാത്ത തങ്ങളവറുകൾ വന്നിരുന്നെങ്കിലൊന്ന് ദുആ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു വന്ന മോമിനീങ്ങളാണ് എന്റെ സദസ്സിലെന്നറിയാം. സയ്യിദന്മാരോടുള്ള സ്നേഹത്തിന്റെ പേരിൽ, അവരോടുള്ള ഇവരോടുള്ള ഈ സദസ്സിലേക്ക് വരാൻ കഴിയാത്തതിന്റെ പേരിൽ വിഷമിച്ചിട്ട് നമ്മൾ ആ തങ്ങളെ പ്രതീക്ഷിച്ചിട്ടാണ് വന്നതെങ്കിൽ തങ്ങളവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മളെ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ അത് കാരണമായേക്കും. അല്ലാഹുവേ, സയ്യിദവർക്ക് നീ ആരോഗ്യം നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്, ദീർഘായുസ് നൽകണേ അല്ലാഹ്. വേദകൾക്കും വിശ്വാസികളെ, മഹാനായ നബിയുല്ലാഹി കലീമുല്ലാഹി മൂസ അലാ നബീനാ വഅലൈഹിസ്സലാം. ആ മൂസാ നബി അലൈഹിസ്സലാമിനോട് ചോദ്യമാണ്, ഹൽ യഖ്ബലുനി,
ഇത്രയും പ്രായമായിട്ട് പോലും റബ്ബിനെ വഴിപ്പെട്ട് ജീവിക്കാൻ ഇതുവരെ സാധിക്കാതെ എന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന എനിക്ക് ഈമാനിന്റെ വെളിച്ചം കിട്ടൂന്നാണോ നിങ്ങൾ പറയുന്നത്? മൂസാ നബി അലൈഹിസ്സലാമിന്റെ വഅലല്ലേ, പേരോടിന്റെ മകന്റെ വഅലല്ലല്ലോ. നല്ല ആഥറുള്ള നാവുകൾ കൊണ്ടുള്ള ഉപദേശം, അതാണ് ഞാൻ ചെയ്തവர்கள் വരൂന്ന് പ്രതീക്ഷിച്ചു എന്ന് പറഞ്ഞത്. അതേ നല്ല ആഥറുള്ള മഹാന്മാരം നാവ് കൊണ്ട് നല്ലൊരു വാക്ക് പറഞ്ഞു കിട്ടിയാൽ, അവരെ നാവ് കൊണ്ടൊരു നല്ല ദുആ കിട്ടിക്കഴിഞ്ഞാൽ, അവരെ അതേ മനസ്സുകൊണ്ടൊരു തൃപ്തി നമുക്ക് നേടാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ സമ്പത്താണല്ലോ. ഞാൻ ഒരുപാട് കാലമായി പ്രസംഗിച്ച് നടക്കുന്നു, ഇന്ന് വരെ എന്നെ തന്നെ നന്നാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്നത് എന്റെ വയലിന്റെ കുറവാണ്, എന്റെ നസീഹത്തിന്റെ കുറവാണ്, എന്റെ വയലിന്റെ പവറിന്റെ കുറവാണ്. അമ്പിയാക്കളെ വയലിന്റെ വയല് പോലെ അല്ലല്ലോ മുൻഗാമികളായ മഹാന്മാരായ ഔലിയാക്കള്, അവരെ വയലിന്റെ വയല് പോലെ അല്ലല്ലോ. വയല് കേട്ടാൽ ഫലമാണ്, പറയുന്നവർക്ക് ഫലമാണ്, അനുഭവിക്കുന്നവർക്ക് ഫലമാണ്. പോരാ അത് കേട്ടവരിൽ നിന്ന് കേട്ടവരിലാണെങ്കിൽ പോലും അതിന് വലിയ അസറാണല്ലോ. മഹാനായ നബിയുല്ലാഹി കലീമുല്ലാഹി മൂസാ അലാ നബിയിനാ അലൈഹിസ്സലാം നല്ല വഅദങ്ങ് പറഞ്ഞു കൊടുത്തപ്പോൾ ഇയാൾ ചോദിക്കുകയാണ്, മൂസാ നബിയെ, എന്റെ റബ്ബ് എന്നെ സ്വീകരിക്കുമോ? എത്ര പ്രായമുള്ളവരാണെങ്കിലും, എത്ര ചെറുപ്പമുള്ളവരാണെങ്കിലും, എത്ര തന്നെ വാർദ്ധക്യമുള്ളവരാണെങ്കിലും, ഏത് സമയത്തും മരിക്കുന്നവനാ മനുഷ്യൻ. നാളെ ഞാൻ ഉണ്ടാകൂന്ന് ഉറപ്പ് പറയാൻ എനിക്ക് നിർവാഹമില്ല. നാളെ SYS-ന്റെ സമ്മേളനം തുടങ്ങാൻ പോവുകയാണ്. ഈ പാവപ്പെട്ട മുത്തല്ലിമ നാളെ സമ്മേളന നഗരിയിലെത്താനുള്ള ആകാംക്ഷയിലാണ്. ആ സമ്മേളന നഗരിയിൽ ഒന്നൊരുമിക്കാനുള്ള പ്രതീക്ഷയിലാണ്. അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരുടേതായ പണിയിലാണ്. വയല് കേൾക്കുന്ന മുസ്ലിമേ, നാളെ നോട്ടീസ് അടിച്ച് പരിപാടികൾ നടത്തുന്നവരുണ്ടാകാം, പലതും പ്ലാൻ ചെയ്തവരുണ്ടാകാം, പലരും ഒരുങ്ങിയവരുണ്ടാകാം. പക്ഷേ പ്രായം നോക്കിയിട്ടല്ലോ ഇസ്രായേൽ എന്റെ അടുക്കൽ വരുന്നത്, നിങ്ങളുടെ അടുക്കൽ വരുന്നത് അവധിക്കനുസരിച്ചാണല്ലോ. അല്ലാഹ് മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കുന്ന സാലിഹീങ്ങളെ പട്ടികയിൽ നീ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. മരണത്തിന് പ്രായമില്ല, മരണത്തിന് പരിധിയില്ല, മരണത്തിനൊന്നും ബാക്കിയുണ്ടെന്ന് ചിന്തയില്ല. അതെ, ഇന്നലെ ഓഫീസിൽ നിന്നിറങ്ങുമ്പോൾ നാളെ വന്ന് പൂർത്തീകരിക്കാന്ന് വിചാരിച്ച് ഓഫീസിൽ നിന്നിറങ്ങിയവനല്ലേ, അവനെ ഇന്നെങ്ങനെ ഞാൻ പിടിക്കൂന്ന് വിചാരിച്ചിട്ട് അസ്രായീൽ നാളേക്ക് കാത്തിരിക്കില്ലല്ലോ. അല്ലാഹ് മരിക്കുന്ന സമയത്ത് ഞങ്ങളെ ഈമാൻ നീ സലാമത്താക്കി തരണേ അല്ലാഹ്. മഹാനായ നബിയുല്ലാഹി കലീമുല്ലാഹി മൂസാ അലാ നബിയിനാ അലൈഹിസ്സലാം മഹാനവറുകളെ വഅദങ്ങ് കേട്ടപ്പോൾ ഇയാളെ മനസ്സ് മാറിപ്പോയി. എന്റെ വഅദയെ മനസ്സല്ല സ്വീകരിക്കുമോ? മൂസാ നബി അലൈഹിസ്സലാമിന്റെ മറുപടി, ലാ തഖ്നതൂ ബിറഹ്മത്തില്ലാഹ്. ബാപ്പാന്റെ കാരുണ്യത്തിന് പരിധി ഉണ്ടാകാം, ഉമ്മന്റെ കാരുണ്യത്തിന് പരിധി ഉണ്ടാകാം, ഉസ്താദിന്റെ കാരുണ്യത്തിന് പരിധി ഉണ്ടാകാം, അധ്യാപകന്റെ കാരുണ്യത്തിന് പരിധി ഉണ്ടാകാം, മുതലാളിയുടെ തൊഴിലാളിയുടെ കാരുണ്യത്തിന് പരിധി ഉണ്ടാകാം. പക്ഷേ റബ്ബിന്റെ കാരുണ്യം അങ്ങനെയല്ലല്ലോ. ഇന്ന റഹ്മതീ വസിഅത് കുല്ല ശൈ. എന്റെ കാരുണ്യം എല്ലാറ്റിനേക്കാളും വിശാലമാണെന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ്, ആ റബ്ബിലേക്ക് നിങ്ങൾ മനസ്സ് തിരിച്ചാൽ റബ്ബ് സ്വീകരിക്കും എന്ന് പറയേണ്ട താമസം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്നക റസൂലുള്ളാഹ്, അശ്ഹദു അന്നക റസൂലുള്ളാഹ്. ഓ മൂസാ നബിയേ, അല്ലാഹുവിനെ ഞാൻ അംഗീകരിച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നു. അവനേകനായ റബ്ബാണ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്. മഹാനായ നബിയുല്ലാഹി കലീമുല്ലാഹി മൂസാ
അലൈഹിസ്സലാം അർഹമുർ റഹീമീനായ റബ്ബിനെ പരിചയപ്പെടുത്തി കൊടുത്തപ്പോ ആ റബ്ബിന്റെ കറമിനെ പരിചയപ്പെടുത്തി കൊടുത്തപ്പോ യഖ്ബലുൽ ഹാരിബീന ബികർമിഹി വലുതുഫിഹി റബ്ബിന്റെ ലുതുഫും റബ്ബിന്റെ കാരുണ്യവും റബ്ബിന്റെ വിശാലതയൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ ഈമാനിന്റെ വെളിച്ചം കിട്ടിയ ഈ ദിക്റങ്ങ് ചൊല്ലിക്കഴിയേണ്ട താമസം ഒരൊറ്റ അട്ടഹാസമായ നബിയുല്ലാഹി കലീമുല്ലാഹി മൂസാ അലാ നബീന അലൈഹിസ്സലാം കാലനക്കി നോക്കി കയ്യനക്കി നോക്കി ശരീരങ്ങളൊന്നും ചലനം കാണുന്നില്ല. അപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് മരണപ്പെട്ടു പോയി. മഹാനായ കലീമുല്ലാഹി നബിയുല്ലാഹി മൂസാ അലൈഹിസ്സലാം മരണാനന്തര കർമ്മങ്ങളൊക്കെ ചെയ്തു കൊടുത്തു കൊണ്ടുപോയി ഖബറിലേക്ക് വെച്ചു. ഖബറിൽ മൂടിയിട്ട് റബ്ബിനോടൊരൊറ്റ ദുആ, പടച്ച റബ്ബേ അവസാന നിമിഷം നിന്നെ വഴിപ്പെടാൻ ഭാഗ്യം ലഭിച്ചവനാണ് ഈ മനുഷ്യൻ. പക്ഷേ മരണത്തിന്റെ സമയത്തിന്റെ ശേഷം ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ ശേഷം ഇന്ന് വരെ ഒരു നന്മ ചെയ്യാൻ ഭൂമിയിൽ അവസരം കിട്ടാത്ത ഈ മനുഷ്യന്റെ ആഖിറത്തിന്റെ അവസ്ഥ എന്താണ്? അല്ലാഹ് കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം റബ്ബിനോട് ചോദിക്കുകയാണ്, പടച്ച റബ്ബേ എനിക്കതൊന്ന് കാണാൻ അവസരം തരുമോ? എനിക്കൊന്ന് എന്താണ് അയാളെ വിവരമൊന്നറിയാൻ അവസരം തരുമോ? മഹാനായ നബിയുല്ലാഹി കലീമുല്ലാഹി മൂസാ അലാ നബീന അലൈഹിസ്സലാം അവിടത്തേക്ക് വഴിയുമായി ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറയുന്നു, ഓ മൂസാ നബിയേ, വൽആഖിബത്തു ലിൽ മുത്തഖീൻ, അവസാന വിജയം മുത്തഖീങ്ങൾക്കാണ് കേട്ടോ. വയല് കേൾക്കുന്ന വിശ്വാസികളെ, തലയിൽ തലപ്പാവ് ധരിച്ചതുകൊണ്ടോ തൊപ്പി ധരിച്ചതുകൊണ്ടോ വേഷവിധാനം ധരിച്ചതുകൊണ്ടോ ഇസ്ലാമികമായ ചുറ്റുപാടിൽ ജീവിച്ചതുകൊണ്ടോ അവസാനം ഈമാൻ കിട്ടാതെ മരിച്ചു പോയെങ്കിൽ അതുകൊണ്ട് രക്ഷപ്പെടൂല. രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണമെന്നാ പറഞ്ഞത്? വൽആഖിബത്തു ലിൽ മുത്തഖീൻ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ജീവിതം കയ്യിലുണ്ടോ? അവസാനം ഈമാനോടെ മരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ? അവൻ രക്ഷപ്പെട്ടു പോയി. അല്ലാഹ് അത്തരം നല്ല സ്വാലിഹീങ്ങളെ പട്ടികയിൽ പാവപ്പെട്ട അടിയങ്ങളായ ഞങ്ങളെയും നിന്റെ മഹളായ ഫദ്ല് കൊണ്ട് കർമ്മ കൊണ്ട് ലുത്ഫ് കൊണ്ട് അല്ലാഹ് ഞങ്ങളെ നീ പെടുത്തി അനുഗ്രഹിക്കണേ. അല്ലാഹ് ഈമാനില്ലാതെ ചത്തുപോകുന്നവരിൽ പെടുത്തി ഞങ്ങളെയോ ഞങ്ങളെ പരമ്പരകളെയോ ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മ ബാപ്പമാരെയോ ഞങ്ങളെ ജ്യേഷ്ഠാനുജന്മാരെയോ ഭാര്യ മക്കളെയോ ഒരാളെയും നീ പെടുത്തി നശിപ്പിക്കരുത്. അല്ലാഹ് ഞങ്ങളെ ഈമാൻ നീ സലാമത്താക്കി തരണേ. അല്ലാഹ് തഖ്വനേറ്റി തരണേ. അല്ലാഹ് ഇഖ്ലാസിനേറ്റി തരണേ. അല്ലാഹ് വറയിനേറ്റി തരണേ. അല്ലാഹ് ഞങ്ങളെ ഈ മജ്ലിസും ഞങ്ങളെ സർവ്വ മജ്ലിസുകളും ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്നതാക്കി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ. അല്ലാഹ് ഇത് ഞങ്ങൾ അവസാനത്തെ മജ്ലിസാക്കരുത്. അല്ലാഹ് ഇനിയും നിന്റെ ദീന് പറയാനും കേൾക്കാനും പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ് നൽകണേ. അല്ലാഹ് ആഫിയത്ത് നൽകണേ. അല്ലാഹ് പടച്ച റബ്ബേ, ക്യാൻസർ ബാധിച്ചു ദുആ ചെയ്യാൻ പറഞ്ഞവർ, കിഡ്നി നഷ്ടപ്പെട്ട് ദുആ കൊണ്ട് പറഞ്ഞവർ, ഹൃദയാഘാതം കൊണ്ട് ബുദ്ധിമുട്ടി ഹോസ്പിറ്റലിൽ കിടക്കുന്നവർ, പടച്ച റബ്ബേ ഐസിയുയിൽ കിടക്കുന്നവർ, അടുത്ത നിമിഷം ഓപ്പറേഷൻ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നവർ, നീ സലാമത്ത് നൽകണേ. അല്ലാഹ് മാറാ രോഗങ്ങൾ തന്ന് പരീക്ഷിക്കരുത്. അല്ലാഹ് അപകട മരണങ്ങൾ തന്നേക്കല്ല. അല്ലാഹ് റോഡിൽ കടന്ന് പടയുന്ന അവസ്ഥ തരല്ല. അല്ലാഹ് ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തിലും ആഫിയത്തിലും തഖ്വയിലും ഇഖ്ലാസിലും വറയിലും നിന്റെ പൊരുത്തത്തിലുമായുള്ള ജീവിതം നീ ഓശാരം തരണേ. അല്ലാഹ് പടച്ച റബ്ബേ നാഫിയായ ഇൽമിനേറ്റി തരണേ. അല്ലാഹ് നാഫിയായ ഇൽമിനേറ്റി തരണേ. അല്ലാഹ് പടച്ച റബ്ബേ, ചെറുതും വലുതുമായ എന്ത് തെറ്റ് ഞങ്ങളെ ജീവിതത്തിൽ സംഭവിച്ചു എങ്കിലും
നീ അർഹമുർ റഹീമീനാണ്. നിന്റെ കാരുണ്യം കൊണ്ടടിയങ്ങളായ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ വഅദ് കൊണ്ട് പറയുന്ന ഞങ്ങൾക്ക് മാറ്റം നൽകണേ അല്ലാഹ്. കേൾക്കുന്ന മുഅ്മിനീങ്ങൾക്ക് മാറ്റം നൽകണേ അല്ലാഹ്. അതിന് കാരണമാകുന്ന സദസ്സുകളെ കൂട്ടത്തിൽ ഞങ്ങളെ ഈ സദസ്സിനെയും ഞങ്ങളെ സർവ്വ സദസ്സുകളെയും നിന്റെ മഹദായ ഫദ്ല് കൊണ്ട് നീ ഒന്ന് ഖബൂലാക്കി തരണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين آمين برحمتك يا أرحم الراحمين. പ്രിയപ്പെട്ട വിശ്വാസികളെ, വഅദ് പറഞ്ഞ് നന്നാകണം എന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ഈ മുത്തഅല്ലിം ഇവിടെ വന്നത്. ഞാനൊന്ന് നന്നാകാനാണ്. നമ്മളൊക്കെ നല്ല മനസ്സോടെ ഈ മുത്തഅല്ലിം ഒന്ന് നന്നാകാൻ വേണ്ടി ദുആ ചെയ്യണം. വഅദിന്റെ സദസ്സിൽ വന്ന സർവ്വ മുഅ്മിനീങ്ങൾക്കും എല്ലാ സദസ്സിലും ഞാൻ ദുആ ചെയ്യാറുണ്ട്. അല്ലാഹുവേ, ഞങ്ങളെ വഅദിന്റെ സദസ്സിൽ സ്നേഹത്തോടെ ഒത്തുചേരുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഞങ്ങൾക്കെല്ലാവർക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും തന്ന് അവസാനം കാമിലായ ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലിയുള്ള നല്ല മരണം നീ ഞങ്ങൾക്ക് എല്ലാവർക്കും മോശാരം നൽകണം റഹ്മാനെ. വേറെ മൈക്കുണ്ടോ?